കണ്ണാടി നോക്കിയാൽ നമ്മളെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം അത് നമ്മളായി മാറണം. അതാണ് നമ്മൾ ദൈവം. സിനിമയിൽ നമുക്ക് അന്നേരം വെച്ചാൽ ഈ കതിനൂർ മീനും നമുക്ക് നമ്മളെ എക്സ്പീരിയൻസിന്റെ സാധനമല്ലേ, അവിടെ നമുക്ക് അതിലൊരു ഇതുണ്ടായിട്ടില്ല. പിന്നെ കതിനൂർ വീടിനെ പറ്റി നമ്മൾ പറയുമ്പം ഒരു പച്ചയായ മനുഷ്യൻ, ഈ തലപ്പാടിക്ക് 21 കല്ലുണ്ട്. അത് 21 ഗുരുക്കന്മാരെ സങ്കല്പിക്കുന്നത്. എന്തോ എൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ കൂടെ പത്മശ്രീ 2024 26 വൈകുന്നേരം 7 മണിക്കാണ് പബ്ലിഷ് ചെയ്യുന്നത്. നാരായണ പെരുവണ്ണാൻ പത്മശ്രീ പ്രഖ്യാപിച്ചു. എൻ്റെ പേര് നാരായണ പെരുവണ്ണാൻ. അച്ഛൻ്റെ പേര് ഉദയന പെരുവണ്ണാൻ. അമ്മയുടെ പേര് മാമ്പയിൽ പാജു എന്നാണ്. അപ്പം എൻ്റെ ജന്മസ്ഥലം ഇത്. പിന്നെ നമ്മൾ ഈ തെയ്യത്തിലെ രംഗത്തിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ചെറുപ്പകാലത്ത് 4-ാം വയസ്സ് മുതലാണ് നമ്മൾ ഈ തെയ്യം കെട്ടിത്തുടങ്ങുന്നത്. അപ്പോൾ ആദ്യവേടം എന്ന് പറഞ്ഞ തെയ്യമാണ് ആദ്യം കെട്ടിക്കുക. എന്ന് വെച്ചാൽ ചെറുപ്പകാലത്തിൽ നമ്മുടെ കുട്ടികളെ പരീക്ഷിക്കുന്ന അത് പഠിപ്പിച്ചതിനാൽ നമ്മളെ തെയ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു ട്രെയിനിങ് പോലെയാണ് നമ്മളത് ആ ചെറുപ്പകാലത്ത് തന്നെ ആ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് എത്രത്തോളം അതിൻ്റെ സഹനശക്തിയും അതിൻ്റെ ആ ഒരു മാനസികാവസ്ഥയും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ തെയ്യത്തിലേക്കൂടെ ആ വേടം എന്ന് പറയുന്ന തെയ്യം. രാവിലെ പുലർച്ചയ്ക്ക് 4 മണിക്ക് കെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി 6 മണിയൊക്കെ ചില സമയം 8 മണി 9 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ അത്രയും സഹനശക്തി ഉണ്ടോ എന്നുള്ളത് ഒരു പരീക്ഷണം കൂടിയാണ്. ആ വേടൻ്റെ അകത്തേ കൂടെ നമ്മൾ ആ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നു. ഇപ്പം ഞാൻ 4 വയസ്സിൽ വേടം കെട്ടുമ്പോൾ നമുക്ക് തെയ്യത്തിനെ പറ്റി ഒന്നും അറിയില്ല. സ്കൂൾ പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനാ തന്നെ ആദ്യമായിട്ട് വേടം കെട്ടിക്കുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ 4 മണിക്ക് എണീക്കണം. പിന്നെ അത് തെയ്യം കെട്ടുമ്പോൾ ഇത് മത്സ്യമൊന്നും കൂട്ടാൻ പാടില്ലെന്നൊക്കെ പെങ്ങന്മാരൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ നമ്മളത് കൃത്യമായിട്ട് പാലിച്ചിട്ട് തന്നെയാണ് നമ്മൾ അന്ന് ഈ രംഗത്തേക്ക് പോകുന്നത്. എന്താ വെച്ചാൽ അവർ മത്സ്യമൊന്നും കൂട്ടാൻ പാടില്ല, ഏതാ നാളെ വേടം കെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് പെങ്ങന്മാരിങ്ങനെ പറയും. പക്ഷെ അമ്മ പറയും മോൻ കൂട്ടിക്കോ, അത് അവർ മോനെ ഇതാക്കുന്നതാണ്. പക്ഷെ എനിക്കെന്തോ അതിൽ അന്നേരം ഇതിനകത്ത് നമ്മൾ തെയ്യം കിട്ടുവാന്ന്. അപ്പോൾ തെയ്യം എന്ന് പറയുമ്പോൾ എന്തോ നമ്മളെ ദൈവികമായിരിക്കുന്ന ഒരു ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും അത് നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കും ഒരു തോന്നൽ വന്നു. അതിൽ നിന്ന് ഞാൻ അതിന് മാറി നിന്ന് മത്സ്യമൊന്നും കൂട്ടിയില്ല. പക്ഷെ അങ്ങനെ പരിശീലിച്ച് വന്നുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്രയും ഇവിടെ എത്താൻ കഴിഞ്ഞു എന്നില്ലാന്ന് എൻ്റെ ഒരു ആത്മവിശ്വാസം. അത് നമ്മൾ അന്നത്തെ ആചാരങ്ങൾ ചില തെയ്യം കെട്ടുമ്പോൾ മത്സ്യം കൂട്ടാൻ പാടില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വ്രതാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടല്ലോ ഇതിൽ. ആ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എല്ലാ തെയ്യത്തിനും മത്സ്യം മുത്തപ്പൻ കെട്ടുമ്പോൾ മത്സ്യം കഴിക്കാം, മറ്റേ നേരെ മത്സ്യം മുച്ചിലോട്ട് ഊതി കിട്ടുമ്പോൾ ഇതൊന്നും പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള ചില ആചാരങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ ഓരോ തെയ്യത്തിനും വ്യത്യസ്തമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അപ്പോൾ അത് ചെറുപ്പകാലത്തിൽ അത് ശീലിച്ച് വന്നുകൊണ്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതാണ് നമ്മളെ നമുക്ക് അന്നേരം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. നമ്മളെ വേഷം കെട്ടിച്ചു അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി അവിടുന്ന് പാടുമ്പോൾ നമ്മളിങ്ങനെ മുമ്പോട്ടും പയ്യോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മളെ ആ ചെറുപ്പത്തിൽ നമ്മൾ. പിന്നെ നമ്മളെ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ തന്നെ ആചാര്യാൽ പാദമാദത്തെ ആദ്യം ആചാര്യൻ്റെ അടുത്ത് തന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെയാണ്. അച്ഛൻ്റെ അടുത്ത് നിന്ന്, കാരണവന്മാരുടെ അടുത്ത് നിന്ന്, അങ്ങനെ ഗുരുനാഥന്മാരുടെ അടുത്ത് നിന്ന്, പിന്നെ നമ്മൾ സ്വയം ചില കാര്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മളെ ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ സൽ ബ്രഹ്മചാരഭ്യം പാദം കാലക്രമേണ തന്നെ പറഞ്ഞു. അപ്പോൾ 3 ഘട്ടം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആ പൂർണ്ണതയിൽ എത്തൂലൂ. എന്നാലും നമ്മൾ എത്തിയില്ല, എന്നും നമ്മൾ എത്തണത്രേ. ചില ഇനിയും നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒരിക്കലും അതിലെത്താൻ പറ്റൂല. പക്ഷേ നമ്മൾ ദൈവികതയിലേക്ക് എത്തണ്ടേ, നമ്മൾ ദൈവത്തിലേക്ക് എത്തണം. അതാണ് നമ്മളെ ഈ അനുഷ്ഠാനം എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഓരോ തെയ്യത്തിനും പ്രത്യേകമായിരിക്കുന്ന മൂലമന്ത്രങ്ങൾ, അതിൻ്റെ സ്തോത്രം, വരവിളി, അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന അതിൻ്റെ വാചാല്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ബൈഹാർട്ടാക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതാവാൻ പറ്റൂലൂ. നമ്മൾ ദൈവം ആവണ്ടേ. നമ്മൾ ദൈവം ആവണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവമായിട്ട് മാറാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് 13ാമത്തെ വയസ്സ് മുതലാണ് നമ്മൾ തെയ്യമായിട്ട് മാറുന്നല്ലോ. അത്ര വരെ വേടൻ കെട്ടിക്കൊണ്ടിരുന്നു. കൊല്ലത്തിലിങ്ങനെ ഓണത്തിനും ഈ കർക്കിടകത്തിൽ വന്ന് മാരിയെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്ന അതാണ് വേടൻ്റെ സങ്കല്പം. കർക്കിടക മാസത്തെ ആദിയും വ്യാധിയും പഞ്ഞമാസങ്ങളിൽ നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗം കൂടിയാണ്. ഈ പഞ്ഞമാസം ആയതുകൊണ്ട് നമുക്ക് വേറെ തൊഴിലൊന്നുമില്ല, മഴക്കാലത്തൊന്നും കിട്ടാനുമില്ല.
അപ്പോൾ നമുക്ക് ഇത് കാര്യം കൂടിയാണ്. നമ്മളെല്ലാ വീടുകളിലും പോയി നമുക്ക് കിട്ടുന്ന ആ അരിയും സാധനങ്ങളും ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ആ ജീവിതം, കർക്കിടക മാസത്തെ ജീവിതം അങ്ങ് മുമ്പോട്ട് പോയി. പിന്നെ തുലാവും പിറക്കണം, നമുക്ക് തെയ്യത്തിൻ്റെതാക്കുന്ന രീതിയിലെത്തണമെങ്കിൽ തുലാപ്പത്ത് കഴിയണം. അപ്പം അന്നേരം അതുവരെ ഇല്ല ഒരു ജീവിതത്തിനുള്ള ഒരു മാർഗം കൂടി അന്ന് പണ്ടിലെ കാലത്ത് ഉണ്ടാക്കി വെച്ചൊരു കാര്യം കൂടി അത് വേണം. അപ്പോൾ നമുക്കത് നമ്മൾ കെട്ടിയാട്ട വിഷയത്തിൽ വരുമ്പോൾ നമ്മൾ തെയ്യം കെട്ടേണ്ട എങ്ങനെ അത് പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് എത്തണം എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി അത് വേണം. ഇപ്പം വേടം കെട്ടാണ്ട് തെയ്യം കെട്ടുന്നതുകൊണ്ട് ഒരുപാടുണ്ട്. ഇപ്പം നമ്മളൊക്കെ 4-ാം വയസ്സ് മുതലേ കെട്ടി തുടങ്ങിയിട്ടാണ് ഈ 70-ാമത്തെ വയസ്സിലും നമ്മൾ തെയ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാമത്തെ വയസ്സിലാണ് തെയ്യമായിട്ട് തെയ്യമായിട്ട്. അത് നമ്മൾ വയൽത്തറ, നമ്മുടെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, അച്ഛൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു വയൽത്തറയായിട്ട് പിന്നെ പതിയൊക്കെ കെട്ടിയിട്ട് കഴിക്കുന്ന പുതിയ ഭഗവതി തെയ്യമാണ്. അപ്പോൾ അവിടെ വീരൻ, വീരാളി, പുതിയ ഭഗവതി, ഭദ്രകാളി 4 തെയ്യമാണ്. അപ്പോൾ ആ വീരൻ തെയ്യമാണ് ആദ്യം നമ്മളെ കൊണ്ട് കെട്ടിച്ചത്. വീരനെ കിട്ടുമ്പോൾ നമുക്ക് അന്നേരം പിന്നെ അതിനെപ്പറ്റി ശരിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അച്ഛൻ പറഞ്ഞു തന്ന പോലെ ഇങ്ങനെ വരവിളി കാര്യങ്ങൾ, അത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നീട് നമ്മളതിങ്ങനെ അതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ അതിൻ്റെ പോരായ്മകൾ പറഞ്ഞു തരും. അതങ്ങനെയല്ല, കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയല്ല പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഏകദേശം അത് അങ്ങനെയല്ല, അതിങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അതിന് പറ്റാവുന്ന പിന്നെ ഇപ്പോൾ അച്ഛന് പോരായിട്ടല്ല, അപ്പോൾ അച്ഛൻ അന്നേരം പ്രായമായി വന്നപ്പോൾ നമുക്കത് ഉപദേശിച്ചു തരാനുള്ള ഒരു ഇതില്ലാണ്ടായി. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പോകും. ഗുരുനാഥന്മാർക്ക് മറ്റുള്ള തെയ്യം നമ്മളെ പഠിപ്പിച്ച് നമ്മൾ പേര് കേട്ട ചില തെയ്യക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് പോകും. പോയിട്ട് അവരുടെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ച് ചിലപ്പോൾ അവിടെ നിന്നിട്ട് തന്നെ പഠിക്കും. അപ്പോൾ അന്നത്തെ കാലത്തൊന്നും നമുക്ക് അതിനൊന്നും ഒരു ഇതില്ലാത്ത കാലഘട്ടമാണ്. നമ്മൾ ഗുരുകുല സമ്പ്രദായം പോലെ അവിടെ എത്തുമ്പോൾ അവർക്കും എന്താ വെച്ചാൽ അവർ നമുക്കൊരു പിന്നെ കുട്ടീനെ കിട്ടുക, അല്ലെങ്കിൽ ആ കുട്ടീനെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം. അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ആ കുട്ടീനെ നോക്കുമ്പോൾ അവൻ തിരക്കേടില്ല, അവൻ അതിൻ്റെ അകത്ത് പോവും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് അതിനൊരു സപ്പോർട്ട് തരും. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് അത് പഠിച്ചെടുക്കുമ്പോൾ തന്നെ അവരുടെ നിന്ന് ഇപ്പം കളരി അഭ്യാസം പഠിക്കണം. ഇപ്പോൾ കളരി തെയ്യത്തിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ വരുന്നതാണ് കളരി അഭ്യാസങ്ങൾ. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഞാൻ അഴീക്കോട് കൃഷ്ണപ്പെരുവണ്ണ എന്ന് പറയുന്ന ആളുടെ അടുത്ത് അവിടെ നിന്ന് അന്നാണ് തച്ചോളി മാണിക്കത്തേക്ക് വരുന്നത്. അവിടെ വന്നിട്ട് എന്നെ കൊണ്ട് ആദ്യം ആ ചെറിയ കുറിപ്പാൾ തെയ്യ കെട്ടിക്കുന്നത്. ഞാൻ ഉദയൻ കുറിപ്പാളല്ല, ചെറിയ കുറിപ്പാൾ എന്നിട്ടൊരു തെയ്യമുണ്ട്. അപ്പോൾ ആ തെയ്യാണ് ആദ്യമാണ്. നമ്മൾ അന്ന് തെയ്യം എന്താന്ന് പോലും കണ്ടില്ല, വാൾപ്പായിട്ട് വാളെടുക്കാൻ തന്നെ അറിയില്ല. ആ കാലഘട്ടത്തിൽ ചില ഗുരുനാഥൻ മനസ്സിലാക്കി അവൻ തിരക്കുള്ള, അവന് കൊടുത്താൽ അത് കൈകാര്യം ചെയ്യുന്നില്ലേ, മൂപ്പർക്ക് മനസ്സിലായതുകൊണ്ട് ഇന്ന പോലെ ചെയ്താൽ മതി, പറഞ്ഞു തരൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തിച്ച് കാണിച്ചതില്ല. അന്ന പോലെ ചെയ്യണം, അത് ഇന്ന പോലെ ചെയ്യണം എന്നിട്ട് മൂപ്പരൊന്ന് കാണിച്ചു തരും. അപ്പോൾ അതുപോലെ അത് ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടായി. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ കുറിപ്പാൾ കെട്ടി. പിന്നെ അതിന് ശേഷം ഉദയൻ കുറിപ്പാൾ കെട്ടി. കുറേ കാലം 10-12 കൊല്ലം ഉദയൻ കുറിപ്പാൾ കെട്ടിനോടെ. പിന്നെ അതുപോലെ തന്നെ മാണിക്കക്കാവിൽ എന്നൊരു പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്ന തെയ്യുണ്ട് കണ്ണൂർ. തച്ചോളി തന്നെ അവിടെ ഈ ഗുരുക്കളടുത്ത് വന്നിട്ടൊരു പിന്നെ അഭ്യാസം പഠിക്കാൻ വേണ്ടി വന്നതാണ് പയ്യമ്പള്ളി ചന്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇപ്പോൾ ഞാലിക്കര തറവാട്ടിൽ ഇപ്പം അവിടെ കെട്ടി അടിക്കുന്നുണ്ട് പയ്യമ്പള്ളി ചന്തു. അതും ഞാനൊരു 10-12 വർഷം അതും കെട്ടി. ഇപ്പോൾ മാണിക്കോത്തിന് വന്നതിന് പിറ്റേന്നാണ് ഇത് കഴിക്കണ്ട് മാണിക്കക്കാവില്. അപ്പോൾ അങ്ങനെ കളരി അഭ്യാസം അത് വെച്ചാൽ നമ്മൾ ആർക്കാണോ കഴിവുള്ളടുത്ത് പോയിട്ട് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കി. ഇപ്പം കതിനൂർ വീരൻ തെയ്യം കെട്ടണം. ആ തെയ്യം കെട്ടുമ്പോൾ കതിനൂർ വീരൻ്റെ ഏറ്റവും വലിയ പ്രഗത്ഭനായിരിക്കുന്ന ഒരാൾ ചുഴലിച്ചെണ്ടപ്പെരുവണ്ണ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ മൂപ്പരടുത്ത് പോയപ്പോൾ മൂപ്പർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ നല്ല എല്ലാറ്റിനും പറ്റുന്നൊരു കുട്ടിയാണെന്ന് അത് കൊടുക്കണം എന്ന് അവർക്കും തോന്നും. ഇപ്പം നമ്മളിപ്പം പഠിപ്പിക്കുമ്പം നമ്മൾ പറയും ഓനാവുന്ന ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കും, ഇവൻ എത്രത്തോളം ഇത് കൊണ്ടുപോകാൻ കഴിയുന്നു, ഇല്ലേ നമ്മൾ പറയും അവിടെ നിർത്തിക്കൊന്നു പറയും. അപ്പോൾ കൃത്യമായി കൊടുത്ത് പാത്രം അറിഞ്ഞ് കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഓൻ എത്രത്തോളം അതിന് ആ ഒരു ഇതുണ്ടെന്ന് നമ്മൾ ഒറ്റ നടത്തി നമുക്ക് ഏകദേശം മനസ്സിലാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് മനസ്സറിഞ്ഞ് കൊടുക്കും, പറഞ്ഞ ശിഷ്യനായിട്ട് സ്വീകരിക്കും. വെച്ചാൽ പിന്നെ മകനേക്കാളും കൂടുതൽ ശിഷ്യനാണ്. പുത്രനും ശിഷ്യനും ഭേദമില്ലെന്നല്ലോ വേദവാക്യം. ഗുരുകുല സമ്പ്രദായത്തിൽ വരുമ്പം പുത്രനേക്കാളും ശിഷ്യനാണ് കൂടുതൽ താല്പര്യം കാണുക. വെച്ചാൽ പുത്രനാകുമ്പോൾ നമുക്കത് കൂടുതൽ ശാസിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, ശിഷ്യന്മാരെ നമുക്ക് ശാസിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ശാസിക്കുമ്പോൾ അവരെന്താ ഉദ്ദേശിക്കുക, നമുക്കത് പഠിക്കണം, അതിനാണ് നമ്മളെ പിന്നെ ശാസിക്കുന്നത് എന്ന് അവർക്കൊരു ബോധം വരും. അപ്പോൾ അത് എത്ര ഇതായാലും കഷ്ടപ്പെട്ടിട്ടെങ്കിലും ഇപ്പം നമ്മൾ പിന്നെ ഒരു അണിയറ ഭാഷയുണ്ട്, നമ്മൾ ഈ അണിയറ എന്ന് പറയുന്നൊരു ഭാഷയുണ്ട്. 1000 അണിയറ തുക്കിയാലെന്ന് അര വണ്ണാനാവുമെന്ന് പറയും. നമ്മള് പ്രമാണമാണ്. 1000 അണിയറ തുക്കിയാല് അര വണ്ണാനാവില്ല. അപ്പോൾ അത് സംഭവം സത്യമാണ്. നമ്മൾ ഓരോ അണിയറയിൽ പോയിട്ട് അവർ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതിൽ കൂടി, അതിന് കെട്ടാനും പിടിക്കാനും കൂടി. അപ്പോൾ അന്ന് സാമ്പത്തികത്തിനെ പറ്റിയിട്ടുള്ള ആലോചന ഇല്ല. അതായത് പണ്ട് കാലത്തെല്ലാം തെയ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോകും, എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഒന്നിച്ച് കൂടും. കിട്ടിയ പൈസ എന്തെങ്കിലും എല്ലാവരും ചാടിക്കാനായിട്ട് കൊടുക്കും. അന്നെല്ലാം ചെറിയ പൈസയല്ലേ, നിസ്സാര പൈസയല്ലേ എന്നല്ലോ. ആ കാലത്ത് പോലും അന്ന് ക്ഷണിക്കണ്ട. ഇന്ന് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ വരൂല.
ഓൻ വരുമെന്ന് പറയും ഇത്ര ഞാനാടെ അനക്ക് അവിടെ വെള്ളാട്ടുണ്ട് എത്ര ഉറുപ്പ്യ കിട്ടണം ഇന്നെല്ലാം പറഞ്ഞിട്ട് നേരത്തെ കണ്ടീഷൻ ആക്കിയിട്ട് വരും. പിന്നെ പറയും ഞാൻ സദ്യക്കാടെ എത്തൂലൂ, പിറ്റേന്ന് രാവിലെ ഞാൻ പോവേ. അപ്പൊ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്, അന്നത്തെ കാലത്തില്ല. എവിടെ തെയ്യുള്ളൂ അവിടെ പോയി അവരെല്ലാം അതിന് കഴിയുന്ന ശ്രമങ്ങൾ ചെയ്യും. കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും ചാടിക്കുമ്പോൾ അന്നത്തെ കാലത്ത് 8 ഉറുപ്പ്യ, ഞാൻ 5 ഉറുപ്പ്യക്ക് മുത്തപ്പം കിട്ടിയിട്ടുണ്ട്. 5 രൂപ കോള് കിട്ടുന്ന കാലത്ത് മുത്തപ്പം കിട്ടിയിട്ടുണ്ട് ഞാൻ. 3 ഉറുപ്പ്യ പിന്നെ ഈ മടയിന് കൊടുക്കും, 2 ഉറുപ്പ്യ പണിക്കർക്ക് കൊടുക്കുക. അന്ന് അധികം ആളൊന്നും പോകില്ല, ഒരു മടയനും ഒരു സഹായി ഒരു വെള്ളാട്ടക്കാരനും, അങ്ങനെ 3 ആളെ ഉണ്ടാവുള്ളൂ. ഇപ്പം ഈ 5 ഉറുപ്പ്യ എനിക്ക് കിട്ടുന്ന കാലത്ത് 3 ഉറുപ്പ്യ മടയന് കിട്ടും, 2 ഉറുപ്പ്യ പണിക്കർക്കും കിട്ടും. നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ സഹായിക്ക് കൊടുക്കണം. ഇന്നത്തെ കാലത്തോ ഇന്ന് 25,000 ഉറുപ്പ്യ 30,000 ഉറുപ്പ്യ മാറി. അല്ല അന്നത് മതിയേ, അന്നത് മതി. അന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ആർഭാട ജീവിതങ്ങളൊന്നും അന്നത്തെ കാലത്തില്ല. അന്ന് ജീവിക്കുമെന്നില്ല മാത്രം, ജീവിക്കുമെന്നതിൻ്റെ പേരുണ്ടാക്കുമെന്നില്ല മാത്രമേ അന്നത്തെ കാലത്തുള്ളൂ. ഇന്നതല്ല, ഇന്ന് സമ്പാദിക്കുക, എങ്ങനെ ഇതാക്കുക. അപ്പം നമ്മൾ അതിനെപ്പറ്റി കുറ്റം പറയുന്നതല്ല, ഇന്നത്തെ ജനറേഷൻ അങ്ങനെയാണ്. നമ്മൾ ആ ഒരു രീതിയിലേക്ക് വരുന്ന കാലഘട്ടത്തിലേക്കാണ് ഇന്ന് പോകുന്നു. തലപ്പാളി വെച്ചാൽ നമ്മൾ എന്താണെന്നതിൻ്റെ എന്ന് വെച്ചാൽ ഈ തലപ്പാളിക്ക് 21 കല്ലുണ്ട്. അത് 21 ഗുരുക്കന്മാരെ സങ്കല്പിക്കുന്നതാണ്. 21 ഗുരുക്കന്മാരത്. അത് നമ്മൾ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുക്കന്മാരെല്ലാം നമ്മൾ ആദ്യം തൊട്ട് വന്നിക്കുന്നത്, അത് തൊട്ട് വന്നിച്ച് നമ്മൾ ഇതെല്ലാം ചെയ്യാം. അപ്പോൾ അതിൽ എല്ലാം 21 ഗുരുക്കന്മാരുമായി. മാതാവും പിതാവും പിന്നെ പേറ്റിച്ചി മാതുലൻ തഥ ഉപനയനം കഴിപ്പോരും പിന്നെ ലേപനത്തിന്റെ ദേശികൻ രാജപത്നി ഗുരുപത്നി ജ്യേഷ്ഠപത്നി തദൈവജ ആദിത്യ അഗ്നി വായു ആകാശം ഇന്ദ്രാദിത്യന്മാരും എന്നിവർ ഇവരെല്ലാവരും തുണച്ചീടിൽ എല്ലാ രംഗങ്ങളിലും ശുഭന്നാണ്. അതിന്റെ പ്രമാണം അങ്ങനെ. ആ 21 ഗുരുക്കന്മാരാ നമ്മൾ വന്നിക്കുന്നത്. ആദ്യം മാതാപിതാവ് തന്നെയാണ്. നമ്മളിപ്പോൾ തെയ്യം കഴിഞ്ഞാലും ആദ്യം പറയില്ലേ ഹരി മാതാപിതാവാൻ ഗവിന്ദ വയ്യുലകിൽ, എന്നിട്ട് അന്ന് തോറ്റം തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം മാതാവിനെയും പിതാവിനെയും വന്നിച്ചിട്ട് മാത്രമേ ഏത് ശ്ലോകവും ചൊല്ലുള്ളൂ. പിന്നെ ഗണപതി വന്ദന, പിന്നെയാണ് ആ ദൈവത്തിൻ്റെ ആ സ്തുതികൾ നമ്മൾ ചൊല്ലുക. അപ്പോൾ അതിൽ ഈ 21 ഗുരുക്കന്മാർ അത് നമ്മൾ നെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവീകത്വത്തിലേക്ക് എത്തി. അത് തലയിലുള്ളിടത്തോടെ നമുക്ക് ദൈവീകത ഇല്ലൂ. അത് ഉരി വെച്ചാൽ പിന്നെ തീർന്നു, ദൈവത്തിൻ്റെ ഇത് കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ സങ്കല്പം. എങ്ങനെയാണ് അതും പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ പിന്നെ അച്ഛൻ എന്നോട് പറയും എന്തിനാടാ കണ്ണാടി നോക്കുന്നത് പറയും. അപ്പോൾ ഞാൻ പറയും ഇത് നമ്മൾ കെട്ടിയതിൽ നിർക്കാമെന്നോ അല്ലെ മുഖത്ത് ഇതെല്ലാം നിർത്തിയിട്ട് എന്നോട് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ നമുക്ക് സഭയിൽ പറയാൻ പറ്റില്ല, അങ്ങനെ ഇതാ നീ മനസ്സിലാക്കിയിട്ടല്ലേ പറഞ്ഞു. അത് ഞാൻ എന്നാ പിന്നെ മനസ്സിലാക്കിയിട്ട് അറിയില്ലല്ലോ. എടാ കണ്ണാടി നോക്കിയാൽ നമ്മളെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം എന്താണോ നമ്മളാവില്ല. നമ്മളിപ്പോൾ നമുക്ക് കെട്ടി നമ്മുടെ വേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ ആ കണ്ണാടിയിൽ എന്താണെന്നോ കാണുന്നത്, അത് നമ്മളായി മാറണം. അതാണ് നമ്മൾ ദൈവം. ഇപ്പം മുത്തപ്പനാണെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കിയാൽ അപ്പൊ ഞാൻ നോട്ടത്തിന് പ്രത്യേകതയുണ്ട്. വെറുതെ നമ്മൾ സ്റ്റൈൽ നോക്കുമ്പോൾ നോക്കലല്ല, ആ കണ്ണാടി നോക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകതരം തന്നെ ആ ഭാവനസ്ഥോട്. അപ്പൊ നമ്മളിത് ഞാൻ മുത്തപ്പനായ അപ്പൊ ഞാൻ മുത്തപ്പനായി. അപ്പൊ ആ ഭാവന അതിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രതിബിംബത്തിൽ അത് കാണാൻ കഴിയൂ. അപ്പോൾ നമ്മൾ മുത്തപ്പനായി, കണ്ണാടിയും കൊടുത്തു, പിന്നെ നമ്മൾ മുത്തപ്പനാണ്. അന്നേരമാണ് നമ്മളെ ദൈവികത്തിലേക്ക് പിന്നെ നമ്മളെല്ലാം ദൈവികമായിരിക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളും പിന്നെ അതിന്റെ സംഭാഷണങ്ങളും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മളെ ശൈലി തന്നെ ശൈലികമായിട്ട് അത് ദൈവികമായിട്ട് മാറി. സംഭാഷണ ശൈലി വരെ മാറും. നമ്മുടെ ആ ഒരു ചിട്ടകൾ വരെ മാറും. നമ്മൾ നടക്കുന്ന രംഗങ്ങൾ വരെ ഇപ്പം സദവേ നടക്കുന്നതിന് ഇപ്പം തെയ്യം കിഴിച്ചാൽ നടക്കുമ്പോൾ എന്താ ഇവൻ സാധാരണ ഇങ്ങനെ അല്ലല്ല. അപ്പോൾ അതാണ് ആ മാറ്റം വരുന്നത്. ആ ദൈവികത വരുന്ന മാറ്റങ്ങൾ അതിലാണ്. ആ ചുവടുവെപ്പിലും അതൊക്കെ നോട്ടത്തിലും ഭാവത്തിലും അതെല്ലാം അത് വന്നു. അപ്പം അതാണ് ദൈവമായിട്ട് മാറുന്നത്. മുച്ചിലോട്ട് ഭഗവതി, കതുവനൂർ വീരൻ, ബാലി, എല്ലാ തെയ്യവും ഞാൻ ഒരുപാട് കെട്ടിയിട്ടുണ്ട്. പുതിയ ഭഗവതി അതൊക്കെ നമ്മൾ എത്ര 27 കൊല്ലം നാറാത്ത പുതിയ 27 കൊല്ലം 28 പുതിയ ജയിച്ചിട്ടുണ്ട് അവിടെ നാറാത്ത്. ഇപ്പൊ അയാളെ വിളിച്ചു നാറാത്ത് ഇന്നലെ അവർ വന്നിനിടാ. അപ്പോൾ നമുക്ക് കൊല്ലത്തിൽ നമ്മളന്ന് കഴിക്കല്. പിന്നെ ഇപ്പം എന്നാലും പ്രായം ഇപ്പം ആരെങ്കിലും വേണ്ടേ ഒരാള്. അപ്പോൾ അതെല്ലാം അന്വേഷിക്കാൻ വേണ്ടി ഇന്നലെ വന്നിട്ട് വരും. ഞാൻ നമുക്ക് നോക്കാം, ആരെങ്കിലും അടുത്ത കൊല്ലത്തേക്ക് നോക്കാതെ അങ്ങനെ വിട്ടതാണ്. കതുവനൂർ വീടിനെ പറ്റി നമ്മൾ പറയുമ്പം ഒരു പച്ചയായ മനുഷ്യൻ ഒരു നമ്മളെ ചെറുപ്പത്തിൽ നമുക്കുണ്ടാവുന്ന ഒരു അനുഭവങ്ങൾ. അതായത് ഈ ചെറുപ്പത്തിൽ നമ്മൾ ഇപ്പം പിന്നെ കുത്തക്കേട് കളിക്കുമ്പോൾ അച്ഛൻ ശാസിക്കും. അപ്പോൾ പണ്ട് കാലത്തിൽ നാട് വിട്ട് പോക്കുണ്ട്. അപ്പോൾ നാട് വിട്ട് പോകുന്ന സ്വഭാവമില്ലേ കുട്ടികൾക്കെല്ലാം. അപ്പോൾ അതുപോലെ അന്ന് ചെറുപ്പകാലത്ത് കുട്ടികളെപ്പോഴും കളിച്ച് നടക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു വിടാം മോനെ നീ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, നമുക്ക് എന്തെങ്കിലും ജോലിയിൽ ചെയ്യണ്ടേ, അച്ഛനെ പ്രായമാവുന്ന അവിടെ ജോലിയും ചെയ്യണം.
അതിനെന്താ എന്നെ അങ്ങനെ പണിയെടുക്കുന്ന ആൾ എന്നൊന്നല്ല എൻ്റെ ആള്, അതുകൊണ്ട് എനിക്ക് പണിയെടുക്കാനൊന്നും കഴിയില്ലാന്ന്. എന്നാൽ പിന്നെ എനിക്ക് ചോറ് തരൂല എന്ന് പറഞ്ഞു. ചോറില്ല എന്ന് പറയുമ്പോൾ പണിയെടുക്കുന്ന പിന്നെ നിങ്ങൾ ചോറ് വേണം, എനിക്ക് പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ചോറ് വേണ്ടല്ലോ, അവർക്ക് പോയടത്ത് ചോറ് കിട്ടൂലേ. അങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ എനിക്ക് ചോറില്ല എന്ന് പറഞ്ഞ് പിന്നെ ആ വീട്ടിൽ നിന്ന് ഇവൻ പിന്നെ യാത്ര പോകും, അതായത് നാട് വിട്ട് പോകും പോലെ. അപ്പോൾ ചങ്ങായിമാരെല്ലാം ഇങ്ങനെ ഈ കൊടകിലേക്ക് പോകുന്നുണ്ട് ഇവർ. പണ്ട് കാലത്ത് കൊടകിലെന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് പോകുന്ന സ്ഥലമാണ് കൊടക്. നമ്മൾ ഇവിടുന്ന് തേങ്ങ കൊണ്ടുപോകും, അവിടെ കൊണ്ട് അരി വാങ്ങിയിട്ട് വരും. ആടെ അരി നല്ലോണം കിട്ടും, ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് തേങ്ങ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ തേങ്ങ കൊടുക്കുക, അവിടെ അരി വാങ്ങുക. അപ്പോൾ അങ്ങനെ ഈ ചങ്ങാതിമാരോട് നമ്മളിങ്ങനെ നമ്മൾ പറഞ്ഞു ടൂർ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഈ 4 ചങ്ങാതിമാരെ കൂടെ ഇവർ പറഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ആ സ്വഭാവങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് തോന്നി, എന്താ എനിക്കെന്തോ ഒരു മുഖത്തിന് എന്തോ ഒരു മാറ്റമെല്ലാം, എന്നാൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കലമ്പായിനാ. അപ്പോൾ എന്തോ ഒരു പറഞ്ഞപ്പോൾ ഇവർക്ക് ആ ഒരു മുഖഭാവത്തിൽ എന്തിനിപ്പോൾ ഈ കലമ്പ് കെട്ടിട്ട് വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നുണ്ട്, നീ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇവൻ അവരെ കൂടെ യാത്ര പോകുന്നത്. പക്ഷെ ഇവന് അറിയാം, ഇവനൊരു ലക്ഷ്യമുണ്ട്. എന്താ വെച്ചാൽ ഇവൻ്റെ ഒരു അമ്മാവനുണ്ട് കൊടകിൽ. ഇവൻ വെറുതെ പോകുന്നതല്ല, എന്തായാലും അമ്മാവൻ്റെ അടുത്ത് പോയാൽ ആടെ എന്തായാലും സ്വീകരിക്കുമല്ലോ, മരുമക്കത്തായത്തിൻ്റെ ഒരു ഇതില്ല കാലഘട്ടമല്ലേ. അങ്ങനെയാണ് ഇവൻ ഇവിടുന്ന് ഇവരെ കൂടെ പോകുന്നത്. ഇവരെ കൂടെ പോയി കൊടകിലെത്തിയപ്പോൾ അമ്മാവനും അമ്മായിക്കും വളരെ സന്തോഷമായി. ഒരു ഇത്രയും മരുമകൻ എത്തിപ്പെടുക അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ, മരുമക്കത്തായുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ വളരെ ഇതായിട്ട് ഇവൻ അവിടെ നിന്നു. അപ്പോൾ പിന്നെ അതാണെന്ന് വെച്ചാൽ ഇവൻ്റെ ആ പ്രായം അങ്ങ് വരുമ്പോൾ അവൻ സ്വയബോധത്തിലേക്ക് എത്തുന്നത്. ഞാൻ ഇനി ഇങ്ങനെ നടന്നാൽ പോരാ, എനിക്കൊരു ജോലിയെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആക്കണം എന്നുള്ളൊരു ബോധം സ്വയം തോന്നുമല്ലോ. അങ്ങനെയാണ് ഇവൻ അവിടെ പോയിട്ട് അച്ഛനെ കാരണവർ സ്വത്തിൻ്റെ അധികാരം ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം അമ്മ ഇതെല്ലാം ഇങ്ങനെ സ്ഥലമെല്ലാം വെറുതെ കിടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് തരുമെങ്കിൽ ഞാൻ അതെല്ലാം നിന്ന് വൃത്തിയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ നേർപകുതി മകനും മരുമകനും ഇങ്ങനെ 2 പകുത്ത് കൊടുത്തു. അങ്ങനെ ഇവൻ അവിടെ കൃഷി നടാക്കാൻ തുടങ്ങി. കൃഷി നട്ടായതിനു ശേഷം പിന്നെ അമ്മായി പറയും, നിനക്ക് വലിയ പ്രായമായില്ലേ, ഒരു മംഗലെല്ലാം കഴിക്കണ്ടേ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇവനോട് പറഞ്ഞു, നീ എണ്ണ വിൽക്കണം എന്ന് പറഞ്ഞു. എണ്ണ വിൽക്കാൻ പോകണമെന്ന് പറഞ്ഞു. വെറും ഈ ചീരയും കൈ കിണ്ടിയിൽ കൂടി കാര്യമില്ലല്ലോ. അപ്പോൾ എണ്ണ വിൽക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ എള്ളാട്ടുന്ന സ്ഥലമാണ് ഈ, കാരണം അമ്മാവന് എള്ളാട്ടുന്ന പണിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആടുന്ന് എള്ളാട്ടിയിട്ട് പൈസ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ കച്ചവടത്തിന് മോശമൊന്നുമല്ല, ഇവൻ ആള് നല്ലവനാണല്ല, അതുകൊണ്ട് ഇവന് എന്തെങ്കിലും കാര്യത്തിന് മുടക്കൊന്നും വരുത്തത്, ഓരോ അതിൽ കൃത്യസമയത്തിനെല്ലാം ചെയ്ത് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മായിയോട് എല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവൻ എണ്ണ വെക്കാൻ പോകുന്ന സമയത്ത് ഈ വേളാർകോട്ടി ചെമ്മരത്തീര ഇടവഴിക്ക് വെച്ചിട്ട് കാണും. അപ്പോൾ അങ്ങനെ ചെമ്മരത്തീര കണ്ടപാടന്നെ ഇവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവള് കൂവിൽ നിന്ന് വെള്ളം കോരുവന്നു. അപ്പോൾ പറഞ്ഞോട് ദാഹിക്കുന്നതിന് ലേശം വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവക്കും മോന ഒറ്റനോട്ടത്തിൽ കണ്ടപാട് ഓന ഇവക്കും ഇഷ്ടപ്പെട്ടിന്, അല്ലേ പിന്നെ അങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ഇടവഴിക്കുണ്ട വെള്ളം വെച്ചിട്ട് വേണ്ടിക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നു പറഞ്ഞു. അപ്പോൾ അതിലൊരു എന്തോ ഒരു സ്നേഹപ്രകടനം, പ്രണയത്തിൻ്റെ ഒരു തുടക്കം കുറിച്ചല്ലാടാ. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അതിനൊരു അധികാര സ്വരമുണ്ട്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയി, അപ്പോൾ വെള്ളം കുടിച്ചു. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞപ്പോൾ നീ കല്യാണം കഴിഞ്ഞു അല്ല അത് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതുപോലെ അതെല്ലാം ചില മനുഷ്യൻ്റെ ജീവിത അനുഭവങ്ങൾ വന്നപ്പനിലൂടെ എൻ്റെ എല്ലാം തോന്നിച്ച് എനക്കെല്ലാം തെയ്യം കീഞ്ഞല്ല നമ്മളൊരു സംഭവമായിട്ട് മാറും. നമുക്കത് എൻ്റെ അനുഭവം കൊണ്ടാണ്. ഞാനിപ്പോൾ ഒരു 10-300-ലധികം തെയ്യം കഴിച്ചു. ഈ കഴിഞ്ഞ മാർച്ചിൽ ഒരു തെയ്യം കഴിച്ചു ഞാൻ. കതുവനൂർ വീടിൻ്റെ 2ാമത്തെ പള്ളിറയിൽ ആമേരി വീരുന്നാടെ പറയാം. അപ്പോൾ കൊടകുന്ന് വന്നതിന് ശേഷം, കൊടകുന്ന് ഇറങ്ങി വന്നിട്ട് ആദ്യം കയറിപ്പോയ വീടാണ്. അപ്പോൾ ഈ സംഭവം ഇവനാടാ ഇതെല്ലാം കൂടെ ചെയ്ത്, അപ്പോൾ കല്യാണത്തിൻ്റെ പ്രായപ്പം പറയും ഇങ്ങനെ ഞാനിങ്ങനെ വേളാർകോടി ചെമ്മരത്തിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചെമ്മരത്തിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അമ്മച്ചി പറയും, അമ്മായി പറയും, നീ എന്തിനാ ഒത്തിരി ഇതെല്ലാം ഉണ്ട്, നീ ഇതിന് അങ്ങ് പോയി എന്നു പറയും. ഒരു പക്ഷേ എൻ്റെ വിധി അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെട്ട് വാക്ക് കൊടുത്തു പോയിന്. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്ത് സംഭവം നടത്തി കളയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് വേളാർകോട്ട് വന്ന്, അന്നത്തെ കാലത്ത് വീടാരും കയറുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ വന്നപ്പന അവിടെ കൊണ്ടാക്കി, അവിടെ നിന്ന് ഇവരെല്ലാവരും തിരിച്ചു പോയി. അപ്പോൾ ഇവൻ്റെ ആയുധവും മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ഈ കൊടകരും മലയാളികളും തമ്മിലൊരു ഫൈറ്റിങ് നടക്കുന്ന കാലഘട്ടം അത്. അന്ന് ഈ ആയുധാഭ്യാസങ്ങളൊക്കെ അവിടെ അവർക്ക് എപ്പം ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനെ ഇവൻ കച്ചവടത്തിന് പോകുന്ന സമയത്ത് തന്നെ ആയുധങ്ങളെല്ലാം ഇവൻ മേടിച്ചു കൊണ്ടച്ചന് ഇതിന് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ കല്യാണം കഴിഞ്ഞ് വിളിയാടെ ആക്കിയിട്ട് ഇവരെല്ലാവരും പോയതിന് ശേഷം ഇവനവിടെ പണിക്കെല്ലാം പോകേണ്ട വീട്ടിൽ കുത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ചെമ്മരത്തി അല്ല ഇതെന്താ പരിപാടിയാണ്, ഇത് നടക്കൂലല്ല, നമുക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എള്ളാട്ടിയിട്ട് പൈസ കൊണ്ടുവരണം പറഞ്ഞു. അപ്പോൾ ആടുന്നും ഇവൻ എള്ള് വാട്ടി എണ്ണയും വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ എണ്ണ വെക്കാൻ പോയി അവസാനം നോക്കുമ്പോൾ എണ്ണ വിറ്റ് എണ്ണ തീരുന്നില്ല. എണ്ണ തീരാണ്ട് ഇങ്ങ് വന്നും കൂടാ.
ഇവള് കലമ്പല്ലോ. അപ്പോൾ ഈ എടുക്കുന്നതിന് ഈ എണ്ണ നിറഞ്ഞു വരുന്നു. അപ്പോൾ അങ്ങനെ ഇവൻ കൊടകരുടെ പിന്നെ രാത്രി ഇങ്ങോട്ട് വരാൻ കഴിയില്ല, കച്ചവടത്തിന് പോയതല്ലേ. പല നാട്ടിൽ ഇങ്ങനെ പണ്ടെല്ലാം വെച്ചാൽ നമ്മളെ ഈ മോരെല്ലാം കൊണ്ട് ആൾ പെണ്ണുങ്ങൾ വിൽക്കാൻ പോയിട്ടുണ്ട് തലയിൽ. അപ്പോൾ അതുപോലെ ഇവർ ഈ എണ്ണയും കൊണ്ട് ഇങ്ങനെ വിൽക്കാൻ പോയി, എണ്ണ വിറ്റ് എണ്ണ തീരാണ്ടെങ്കിൽ വന്നൂടാ. അപ്പോൾ ഇത് തീരുന്നില്ല. അപ്പോൾ അങ്ങനെ അവസാനം കൊടകരുടെ ഒരു ആലയിൽ അങ്ങനെ ഇവിടെ തൽക്കാലം അന്നത്തെ ദിവസം കൂടി. അപ്പോൾ പിറ്റേന്ന് രാവിലെ വീട്ടിലെത്തുമ്പോൾക്ക് ഇവക്ക് സംശയമായി, ഇവൻ ഇന്നലെ എവിടെയാണ് പോയിന്. അപ്പോൾ പിന്നെ എല്ലാ വീട്ടിലും നായി ഉണ്ടാവും, അവരെ വീട്ടിലെല്ലാം. അപ്പോൾ നായിനെ ഇളക്കിയിട്ടുണ്ടാവും. അപ്പോൾ നായിനെ പിടിക്കണം. അപ്പോൾ പിന്നെ കപ്പാല തുറക്ക് ചെമ്മരത്തി എന്ന് പറയും. അപ്പോൾ ഇന്നലെ എവിടെയാണ് പോയിന്, ഇന്നലെ ഏതോളാ എനിക്ക് വെച്ച് തന്നിന്, ഇന്നലെ മറ്റുകൾ കുറേ ഇത് പറഞ്ഞു. അപ്പോൾ നീ തമാശ പറയല്ലപ്പാ, ഈ ഇതാക്കുന്നു പറഞ്ഞു. അപ്പോൾ അകത്ത് കയറി അടി ഇതെല്ലാം അവിടെ കൊണ്ടുവച്ച്, നീ എന്തെങ്കിലും കുടിക്കാനെടുത്തോണ്ടാ, ഇന്നലെ പട്ടിണി കിടന്നല്ലേ, രാത്രി പട്ടിണി കിടന്നെയാന്ന് നീ. അന്നേരം ഇവള് ചോറ്റിന് വേണ്ടി ഇതിന് തലച്ചോറെടുത്ത് തിന്നോ. അപ്പോൾ ഇവളൊരു അറബിൽ വെച്ചാൽ, അതായത് ഇവൻ്റെ ആ ഒരു പിന്നെ ജനനത്തിൻ്റെ ഒരു കാലഘട്ടം അവസാനിക്കാൻ പോകും. ഇവൻ്റെ ആ ബന്ധിലേക്ക് മരിക്കേണ്ട ആ ഒരു ഘട്ടം വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ എന്നിട്ട് ഇവളോട് പറഞ്ഞു, നീ തമാശ പറയല്ലേ, എനിക്ക് ബസ്കമ്മിനെ എൻ്റെ സ്വഭാവം പറയുമ്പോൾ എനിക്ക് എൻ്റെ പിടിച്ചാൽ കിട്ടുന്നത്. അങ്ങനെ ഇവള് പിന്നെ ചാണകം കൈ കഴുകാണ്ട് പോയിട്ട് അരി വെച്ചു. അരി വെച്ചിട്ട് അവിടെ കൊന്നിട്ട് വന്നിട്ട് അടുത്തിട്ട് ഇങ്ങനെ വാതിക്കൽ വന്നിട്ട് പറഞ്ഞു, അവിടെ അരി വെച്ചാൽ നീ എന്തെങ്കിലും കറി വെക്കണ്ടേ, ഇനി എന്നാ നിന്നെ തറച്ചിട്ടാ ഞാൻ കറി വെക്കണ്ട് എന്നല്ല മറ്റു ഇവളിങ്ങനെ അവർ ആ ഒരു അങ്ങനെയുള്ളൊരു വാക്കുകൾ. അപ്പോൾ അത് ഇവൻ്റെ അറബിലെ വാക്കുകളായിട്ട് ഇവന് വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഇവൻ എന്നാലും പിന്നെ ഉള്ളിനെ കൊണ്ടെല്ലാം കൂടെ കൂട്ടാന്ന് വെച്ചിട്ട് ചോറ് വാരാൻ വേണ്ടി നോക്കുമ്പോൾ ചോറ് ഉരുള ഇങ്ങനെ നടുക്കേ കൂടെ മുറിഞ്ഞു. അന്നം മുറിഞ്ഞാൽ ആയുസ്സിനൊരു മുറികേടാണ്. അപ്പോൾ കല്ലും നെല്ലും തലനാറും. ആദ്യം എടുക്കുമ്പോൾ തന്നെ കല്ലും നെല്ല കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതെല്ലാം മുറുക്കി കഴിഞ്ഞ് രണ്ടാമത് വാരി തിന്നും പാന്ന് ചോറുള്ള മുറിഞ്ഞു പോയത്. ഇപ്പോൾ മൂന്നാമത് വാരും പാന്ന് കൊടകര യുദ്ധത്തിൻ്റെ ആർപ്പ് വിളി കേൾക്കുന്നു. അപ്പോൾ ഇവൻ പറയും, ഇനി ശരിയില്ല ഇത്, അതായത് ക്ഷത്രിയാകുലത്തിങ്കൽ ജാതനായിട്ടുള്ള ആൾത്തരത്തിന് ഇത് കേട്ടാൽ ക്ഷമ വരൂല, പാഞ്ഞും പോവും. നമ്മളിപ്പോൾ ഒരു തല്ലുകൂടുമ്പോൾ പലരും പിടിച്ചു വെക്കാൻ പോകുന്നില്ലേ. അതുപോലെ ഇയാൾക്ക് അന്നേരം ഒരു തോന്നൽ വന്നു, ഇനി ചോറ് കഴിക്കുന്നത് ശരിയല്ല, അത് എൻ്റെ ആ ജനനഗുണത്തിന് അത് മോശമാണ്. അപ്പോൾ അവിടെ ചോറും തളിയെല്ലാം അങ്ങ് തട്ടിക്കളഞ്ഞ് ഇവൻ പോയി ആടിയിരുന്നു. പിന്നെ ഇവൻ്റെ ലക്ഷ്യം ഏകദേശമായി, ഞാൻ ഇന്നതിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് എന്തായാലും ഒന്നിക്കലും ഞാൻ അങ്ങനെ ആവും. അപ്പോൾ ഇവളോട് ഒരു പിന്നെ നമ്മളിപ്പം പോകുമ്പോൾ ഒരു യാത്ര പറയല്ലേ, എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് പറ്റടോ ചെമ്മരത്തിയെന്ന് പറയും. അന്നേരം എനിക്ക് പോയെന്ന് എനിക്കും വരാൻ കഴിയാണ്ട് പോട്ടെന്ന് പറയും. നിന്നെ കൊടകര കള്ളപ്പടയിൽ നിന്നെ കൊത്തിപ്പോട്ടെന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ട് എന്തുകൊണ്ടാണെന്നറിയാം, ഇത് ഓനോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഈ ഒരു ദിവസം അവിടെ നിന്നതിൻ്റെ അവർ പക തീർക്കലാണ്. പക്ഷെ ഇതെല്ലാം അറബിലെ വാക്കാം. അപ്പോൾ പറഞ്ഞു, നീ ഒന്നിക്ക നീ പറഞ്ഞ പോലെ ആക്കുമ്പോൾ ഞാൻ അല്ല പിന്നെ ഞാൻ തിരിച്ചു വരും, ഞാൻ തോറ്റിട്ടുണ്ടെ പിന്നെ ഇങ്ങോട്ട് വരില്ല, ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ചു വരും, ഇല്ല അതിന് രണ്ടിലൊന്ന് കണക്കൂട്ടിക്കോ എന്ന് പറഞ്ഞ് അവിടുന്ന് കീയുമ്പോൾ പിന്നെ ആയുധം എടുത്തിട്ട് പിന്നെ ആത്തുനിന്ന് കീയുമ്പോൾ തന്നെ ഉമ്മാരപ്പടിക്ക് തല മുട്ടി. അപ്പോൾ ഉമ്മാരപ്പടി തടഞ്ഞാൽ പിന്നെ ആരും പോകണ്ടെന്നാണ്. അപ്പോൾ അതല്ല അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വന്നു. ചെന്തലയോന്ത് മുറിയപ്പാഞ്ഞു കണ്ടു, അതെല്ലാം തന്മടിയിൽ രുധിരം കാണാമെന്ന് അതിൻ്റെ എല്ലാം ആ ലക്ഷണം. കെട്ടുപിറകം മണ്ണായുധം ചവനം കാണുന്നു. ഇതെല്ലാം കഴിഞ്ഞ് യുദ്ധകളത്തിലെത്തി, യുദ്ധം ജയിച്ചു, പട ജയിച്ച് യുദ്ധകളത്തിലിരിക്കുമ്പോൾ ചെറുവിരൽ കാണുന്നില്ല, ചെറുവിരൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർ ചെമ്മരത്തി കൊടുത്ത മോതിരം അതിൻ്റെ മുകളിലായില്ലേ, അപ്പോൾ വിരലങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ ചോര കണ്ടിട്ട് നോക്കുമ്പോൾ ഈ ചെറുവിരൽ നഷ്ടപ്പെട്ടത് കാണുന്നു. അപ്പോൾ പിന്നെ ഇയാൾക്കെന്ന് വെച്ചാൽ ഇയാൾ അഭിമാനിയാണല്ലോ ആള്. അപ്പോൾ ഒരു വിരൽ നഷ്ടപ്പെട്ടാൽ അംഗഭംഗം കൊണ്ട് ദുർനാമമായി വരും, എനിക്കൊരു പേര് വരും, ഇരട്ട പേര് വരും. നമ്മളിപ്പം കാലിന് സ്വാധീനമില്ലാത്ത മറ്റേ ചട്ടക്കാലത്ത് മറ്റേ വിളിക്കുമ്പോലെ. അപ്പോൾ ഈ ഒരു വിരൽ നഷ്ടപ്പെട്ടാൽ അംഗഭംഗം വന്നാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല, ഞാൻ മരിക്കാനായിട്ട് പോകുന്നു. ആത്മഹത്യയല്ല, ആത്മാഹൂതി ചെയ്യുക. നിങ്ങൾ എന്നെ കൊല്ലൂ എന്ന് പറയും, നിങ്ങൾ എന്നെ കൊന്നേന്ന് പറഞ്ഞിട്ട് വീണ്ടും യുദ്ധകളത്തിലേക്ക് പോകുന്നു. കൊടകരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നേ, ആയുധമൊന്നുമില്ല എൻ്റെ അടുത്ത്, നിങ്ങൾ എന്നെ കൊന്നേ. അപ്പോൾ അവർ ആ പിന്നെ കൊടകർ ഇവനെ എങ്ങനെയെങ്കിലും ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തഞ്ചത്തിൽ നിൽക്കുന്ന കൂട്ടാതെ അവർ. അപ്പോൾ അങ്ങനെ ഇവനെ കൊത്തി അരിഞ്ഞ് ചാടുവന്നു. അപ്പോൾ ഇത് അറിഞ്ഞു ചെമ്മരത്തി അറിഞ്ഞപാട് ഇവള് വന്ന് ഈ പട മൊത്തം ഇവൾ അടക്കിയെന്ന് പറയുന്നു.
അവൾ അതിനെക്കാട്ടി വലിയ കഴിവിലുള്ളത്. വെറുതെ മന്ദപ്പൻ്റെ ഭാര്യയായിട്ട് വന്നതെന്നല്ല. ചില ഓക്കും ഓളെ ജന്മഗുണത്തിലും അങ്ങനെ ഒരു പിന്നെ ഈ മന്ദപ്പൻ ജനിച്ച പോലെ തന്നെ ആ സമയത്ത് തന്നെ ഇവക്കും അതിൻ്റെ ജന്മം കൊടുത്തിട്ടുണ്ട്. ഇന്നാളെ ഭാര്യയായിട്ട് വരണം, അവളെ ജന്മം അങ്ങനെയാണ്. അതാണ് വളാർകോട്ട് ചെമ്മരത്തി എന്ന് പറഞ്ഞ്. പിന്നെ അത് രണ്ടാളും കൂടെ ഇപ്പോൾ ഇവള് രണ്ടാളും വന്ന് ഇവള് കംപ്ലീറ്റ് അടുത്ത പട ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെ ശവം കാണാനില്ല. ഇതിൻ്റെ ശവം മുണ്ടേമലും കൈതമ്മലും ശവം എറിഞ്ഞു പോട്ടെ എന്ന് ഇവിടെ അറിയാറ്. അപ്പോൾ നോക്കുമ്പോൾ കങ്ങൻ്റെ കൈതേമലും അടിയിലെ മുണ്ടേമലെല്ലാം ഓരോ പീസായിട്ടില്ലേ. അങ്ങനെ ഇതെല്ലാം പെറുക്കി കൂട്ടി നോക്കുമ്പോൾ ചെറുവിരൽ കാണുന്നില്ല. ആടിയാന്ന് ഇവർക്ക് മനസ്സിലായത് ഇതുകൊണ്ടാണ് ഇയാൾ മരിച്ചത്. അപ്പോൾ ആ ചെറുവിരൽ അടിയത്തിന് വളാർകോട്ട് ഇയാൾ വെച്ച വാഴേൻ്റെ മുകളിൽ ഈ ചെറുവിരൽ നിൽക്കുന്നുണ്ട്. അമ്മര മാർഗേ പറന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചെറുവിരൽ അവിടെ എത്തി. അപ്പോൾ ഇവരെല്ലാം എടുത്ത് നോക്കുമ്പോൾ പിന്നെ എല്ലാം കാണാനുണ്ട്, ചെറുവിരൽ കാണുന്നില്ല. ബാക്കിയെല്ലാം ശരി വന്നപ്പം തന്നെ സംശയമില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പിന്നെ എന്നാ ചെയ്യേണ്ടി ഇപ്പം ദഹിപ്പിക്കണ്ടേ. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളിലാക്കി അങ്ങനെ ദഹിപ്പിക്കാൻ വേണ്ടി തീ കൊടുക്കാൻ വേണ്ടി തീ കൊടുത്ത് വിറകെല്ലാം കൂട്ടി പിന്നെ തീ കൊടുക്കുമ്പോഴാണ് കാറ്റടിക്കുമ്പം അതായത് ചുഴലിഭഗവതി അമ്മേൻ്റെ അനുഗ്രഹം എന്നാണ് പറയപ്പെടുന്നു. അമ്മ അത് കൊടുങ്കാറ്റായിട്ട് വന്നു. ആ കാറ്റിൽ നിന്ന് പുക പൊന്തി വന്നപ്പോൾ ഇവള് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇവള് പറയും നട്ടുച്ചക്കല്ലേ പിന്നെ ചന്ദ്രൻ ഉദിച്ചിട്ട് കാണുന്നു. അപ്പൊ എല്ലാവരും മേലോട്ട് നോക്കിയിട്ടു. അപ്പോൾ ഇവളും അതിൽ ആത്മാഹുതി ചെയ്തു. അപ്പൊ അങ്ങനെ രണ്ടാളെ ശവവും കൂടെ അവര് ചുട്ട് പിരിഞ്ഞു. അപ്പോൾ അണ്ണുക്കൻ മറ്റേ അമ്മാവൻ്റെ മോനുണ്ട്, മോനും എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് വന്താറുമടി പൊടിയെന്ന് എല്ലാവരും കുളിക്കണ്ടേ, കുളിച്ചിട്ടല്ലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ കുളിക്കുമ്പോഴാണ് നേരെ അപ്പുറത്തെ കടവെന്ന് ഇവർ രണ്ടാളും കുളിക്കുന്നത്. വന്നപ്പോൾ അയ്യോ നമ്മൾ ആരോ ശവാ ചുട്ടിന്, അത് അവരെതാ കുളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരടുത്തേക്ക് വരുമ്പോൾക്ക് കടവെല്ലാം നനഞ്ഞിട്ടുണ്ട്, പക്ഷെ ആളില്ല. അപ്പോൾ അവർ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ട് ഈ വാഴ ഇങ്ങനെ വറക്കുന്നു, വാഴ ഇങ്ങനെ അടിമുടി വറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പടിഞ്ഞാറ്റകത്ത് വെച്ച 2 പലക, ആവണപ്പലക അതെടുത്ത് മലർന്ന് വീണ്. അപ്പോൾ അത് പോയിട്ട് അണ്ണുക്കൻ എടുത്തിട്ട് പിടിക്കാൻ പോകുന്നു. അപ്പോൾ അണ്ണുക്കൻ്റെ മെയ്മേൽ ദൈവത്തിൻ്റെ ദർശനം ഉണ്ടായെന്ന് പറയും. അണ്ണുക്കൻ മെയ്മേൽ വെട്ടിയെറിഞ്ഞ് വെളിച്ചപ്പെട്ടു എന്നവർ. 7ഉം 13ഉം വേണ്ടനക്ക്, അകത്തൊരു അറപൂജ, പുറത്തൊരു പെരുങ്കളിയാട്ടം, പാർകോഴി മധുക്കലശം, പുറത്ത് ചങ്ങാതികൾക്കും കൊടുക്കണം. അന്നും ചങ്ങാതിമാരെ അവർ വിട്ടിട്ടില്ല. ഈ ചങ്ങാതിമാരെ അവർ വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ആ സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഒരു മനുഷ്യനിലേക്കൂടെ ഒരു ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മന്ദപ്പൻ്റെ കഥയും തമ്മിലൊരു ബന്ധം. പണ്ട് കാലത്തിൽ നമ്മളൊരു മക്കൾക്ക് പേരിടലേ ദൈവത്തിൻ്റെ പേരിടുക. കൃഷ്ണൻ, ഗോവിന്ദൻ, ശങ്കരൻ അല്ലേ, അങ്ങനെ ഇടുക, നാരായണൻ. അപ്പോൾ അത് ഇടാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാമളൻ എന്ന് പറഞ്ഞൊരു പിന്നെ രാക്ഷസനുണ്ടായി. രാക്ഷസൻ ഒരു ഋഷി. അപ്പോൾ ഇയാൾക്ക് ഒരു മകൻ ഉണ്ടായി. അവൻ്റെ പേരിട്ടു നാരായണ. നാരായണ എന്ന് പേരിട്ടപ്പോൾ അയാൾ എന്തിനാ പേരിട്ടെന്ന് വെച്ചാൽ മരിക്കാനായി, ആരും ആശ്രയമില്ല. മരിക്കാനായപ്പോൾ നാരായണ മോനെ, നാരായണ ഓനെ വിളിച്ചിനി. പക്ഷെ ഈ കേട്ടത് വൈകുണ്ഠത്തിൽ. അപ്പോൾ യവന്മാർ വന്ന് അനങ്ങാൻ പറ്റില്ല, ഇത് അങ്ങനെ ഓർഡർ, കേന്ദ്രത്തിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്, തൊടാൻ പറ്റില്ലെന്ന്. അയാൾ ഇങ്ങനെ ചെയ്തവരാണ്. അതൊന്നും ഇവിടെ പ്രശ്നമില്ല. അയാൾ ഇപ്പം ഭഗവാന്റെ അടുത്തേക്ക് പാദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വിട്ടോ, നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പോൾ ആ പേരിന് അന്ന് ഇടുമ്പോൾ, അപ്പോൾ ഈ മന്ദനാര് എന്ന് പറയുന്നത് തീയ സമുദായത്തിലെ വലിയ രാജാവാണ്. ചെറുക്കത്തമ്പുരാൻ എന്ന് പറയും പോലെ അന്നത്തെ മന്ദനാര്, എരുവേശിയിലെ മന്ദനാര് എന്ന് പറയുന്ന ആള്. അപ്പോൾ എൻ്റെ മകൻ അങ്ങിലൊരാളായി തീരണം നാളാ, അതിന് വേണ്ടിയിട്ടാണ് മന്നൻ എന്നുള്ള പേര് വിളിക്കുന്നത്. അതാണ് മന്നപ്പൻ എന്നുള്ള പേര് വിളിക്കാനുള്ള കാരണം. അപ്പോൾ അതാണ് ആ ഒരു മന്നപ്പൻ്റെ അടിസ്ഥാനം വെച്ചാൽ നമ്മൾ പച്ചയായ ഒരു മനുഷ്യൻ്റെ ജീവിത അനുഭവങ്ങൾ. അത് ഈ തെയ്യം കീഞ്ഞിട്ട് ഇതെല്ലാം പറയണ്ടേ. ഈ ഇവിടുന്ന് തുടക്കം മുതൽ ജനിച്ചത് മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ കൊടകിലെത്തി വീരമൂർത്തി വരിച്ച് ദൈവമായി മാറി അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന കാര്യം വരെ പറയണം, തെയ്യം പറയണം, വഴിനടിയായിട്ട് പറയണത്. ഇപ്പോൾ മാങ്ങാട്ട് നളിയാൽ മാങ്ങാട്ടിൽ നിന്ന് മറ്റേ എരിഞ്ഞിക്കിൽ പോയി, എരിഞ്ഞിക്കിൽ ഭഗവതിനെ തൊഴുതു. നേരെ തണ്ണീരമ്പലം എന്താ പറയുക, ശരക്കില്ല ഇതില്ലേ വെള്ളം കൊടുക്കുന്ന സ്ഥലം, മോരും വെള്ളം വീട്ടുന്ന സ്ഥലം തണ്ണീരമ്പലം എന്നതിന് പറയാം. തണ്ണീരമ്പലം ഉനമ്പുകല്ല്. അത് കഴിഞ്ഞ് നേരെ വേദവനാല് വെക്കളത്തെ ചാല് കഴിഞ്ഞു. കടമ്പേരി ഇടുവൻ ബാധക്കൽ പോയി ചെന്നു. പിന്നെ ചുഴലിഭഗവതിനെ കൈ തൊടുത്തു. അന്തളച്ചോല ആദ്യോട്ടാല് കഴിഞ്ഞു. വാവുപ്പറമ്പ് ബംഗലോട് ചെലി കഴിഞ്ഞു. കുറുമാത്തൂരെത്തി. കുറുമാത്തൂരെ ഒരു ദിവസം അവിടെ കൂടി തോട്ടത്തിൽ. അപ്പോൾ ഇവനെ ഉറക്കിക്കെടുത്തിട്ടാണ് പോകുന്നത്. ഇവനെ കൂട്ടിയിട്ട് പോയാൽ
ഈ പേര് ദോഷം ആയിരിക്കും ഉണ്ടാവുക, ഈ പോയ കൂട്ടി അല്ല പറയാ ആരപ്പുര പോയി, അവര് മറ്റേ അപ്പുറത്തെ ബാലിന്റെ പുര പോയി, അല്ല അപ്പുറത്തെ കടച്ചക്കര പുര പോയി. അപ്പൊ അത് പേര് ദോഷം ഉണ്ടാവാൻ പാടില്ല. തിരുവനന്തപുരത്ത് ഇവനെ നല്ലോണം വെള്ളം കുടിപ്പിച്ച് ഇവനെ പറ്റിച്ചു. നമ്മളിവരും ഇപ്പൊ ഗൾഫിലെ മുമ്പ് ഒരു കമ്പനി കൂടില്ലേ, അതുപോലെ ഇവര് കമ്പനി കൂടി ഇവനാടിയാക്കി. ഇവൻ ഇത് പോതവേജാറ്റിന് നല്ലോണം വിളിച്ച് കുടിച്ചു, അടുത്ത ആഴ്ച പോയി. അപ്പൊ ഇവര് ചോദിച്ചു ഇപ്പം ഇവനെ പറ്റിക്കാൻ നല്ല സമയമാണ്, അതുകൊണ്ട് നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചങ്ങാതിമാർ ഇവനെ വിട്ടിട്ട് പോകുന്നു. ശിവന്റെ എന്നിട്ട് എന്തായാലും ഇനി മടങ്ങി ഞാൻ അങ്ങോട്ട് പോകില്ല, അച്ഛൻ്റെ അടുത്തേക്ക് ഇനി പോകില്ല, വിട്ടേക്കാന്ന് പറഞ്ഞു. അതേ പാട് കമ്പവലി, അതായത് ഇത് മൊയ്തീൻ്റെ കമ്പവലി ഉണ്ടല്ല, മൊയ്തീൻ തെളിച്ചിട്ടാണല്ലോ പോകുന്നത്. അന്ന് പോകുമ്പോൾ മൊയ്തി പുറത്താ പോവാ, എന്ന് വെച്ചാൽ ഈ ചരക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ, അരിയെല്ലാം കൊണ്ടുവരാൻ വേണ്ടി മൊയ്തീനെ തെളിച്ചിട്ട് പോവാ. ആ മൂരി പുറത്താന്ന് അരി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുക, ഇവർക്ക് തലയിലെടുത്തിട്ട് കൊണ്ടുവരാനില്ല. അപ്പൊ അങ്ങനെ ആ മൂരിന് പോകുന്ന ആ മൂരിന്റെ കയറിന്റെ വലിയുടെ അടയാളം നോക്കിയിട്ടാണ് പിന്നെ ഇവന്റെ യാത്ര. അപ്പൊ അങ്ങനെ വണ്ണായിക്കടവിൽ എത്തിയപ്പോൾ ഇവരെ കണ്ടുമുട്ടി. കുറുമാത്തൂർ നിലം വിട്ട് ഒരു ദിവസം അവിടെ തങ്ങി. അപ്പൊ അങ്ങനെ കുറുമാത്തൂർന്ന് പോയി ഈ അഞ്ചരമനക്കിൽ പോകുന്നുണ്ട്, ഈ മന്നനാടത്തേക്ക് പോകുന്നുണ്ട്. ഈ മന്നനാടത്ത് പോയപ്പോൾ അയാൾ പറയുന്നുണ്ട്, മോനെ നീ പോണ്ട, നിനക്ക് എന്ത് വേണ്ടിക്കണം ഞാനിവിടെ തരാം, നീ ഇവിടെ നിന്നു. അയ്യോ എന്തായാലും ഒരിക്കലെങ്കിലും ഞാൻ കുടക് പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നു. അങ്ങനെയാണ് ആടുന്ന് വിട്ടിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഒരു ജീവിത അനുഭവത്തിലെ കഥയാണ് മന്നപ്പനിലൂടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഒരു ഭയങ്കര സംഭവം അത്. സിനിമയിൽ നമുക്ക് അന്നേരം വെച്ചാൽ ഈ 11 പേരും നമുക്ക് നമ്മളെ എക്സ്പീരിയൻസിന്റെ സാധനമല്ലേ, അവിടെ നമുക്ക് അതിലൊരു ഇതുണ്ടായിട്ടില്ല. അപ്പൊ അതിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ തോറ്റം തെയ്യം അതെങ്ങനെ ഇതുപോലെ തന്നെ ചെയ്യണം എന്നാണ്. അപ്പൊ എങ്ങനെയൊക്കെ ചെയ്യലെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ജയരാജന് കണക്കായിട്ട് അതിനുള്ള സംവിധാനം ആക്കി തന്നു. ഞാൻ പറഞ്ഞു രണ്ടാമത് ഒന്ന് ആക്കണം എന്ന് പറഞ്ഞാൽ ഇത് ആക്കാൻ പറ്റൂല, ഒരു ട്രിപ്പിൽ നിങ്ങൾ അതെല്ലാം എടുത്തോളണം, ഒരു ഷൂട്ടിൽ എത്തേണ്ട അത് എടുത്തോളൂ. പക്ഷെ എന്നെ ഗുളികൻ കെട്ടിച്ചിട്ട് ഒരു 4-5 വട്ടം വായിപ്പിച്ചിട്ടാ ആ മലേന്റെ മുകളിൽ ഗുളികൻ താഴേക്ക് പോകുന്നില്ലേ, അത് ഞാനാ ഗുളികൻ കെട്ടീനി. അതിനെ ഓടി വന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഇതിലാക്കിയിട്ട് താഴെ തുള്ളുന്നില്ലേ, തല കുത്തി പോകുന്നത്. അത് കണ്ടാൽ നമുക്ക് തന്നെ നമ്മളെന്താ തുള്ളുന്നു മാത്രമേ ഇല്ലൂ, അത്ര വരെ ഉള്ളൂ. പിന്നെ ബാക്കി അവര് മേലെ നിന്ന് ഇങ്ങനെ അത് ഇടല ഡമ്മി, അതിനാ ഡമ്മി അവരിടുന്നതാണ്. അപ്പൊ അതില് നല്ല വെച്ചാല് നമ്മൾക്ക് അവര് 11 പേരുടെ ഒരു തോറ്റവും തെയ്യും. പക്ഷെ നമ്മള് ക്ഷേത്രത്തിൽ കഴിക്കുന്ന പോലെ അല്ല. അപ്പൊ തോറ്റം ആദ്യം വന്നു, തോറ്റം കഴിഞ്ഞാലും കൂടി ശേഷം തെയ്യും. അതിന് പ്രത്യേകിച്ച് വടക്കേം ഭാഗം എല്ലാം ആക്കി എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ടാക്കി. അതിലായാലും നമ്മൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് തന്നെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിൽ ചെയ്യുമ്പം 3 തോറ്റം കൃത്യമായിട്ട് കഴിക്കണം. തുടങ്ങൽ, വലിയ തോറ്റം, കൊടിയൽ തോറ്റം. പക്ഷെ ഇത് നമ്മൾ ഒരു തോറ്റം, ഒരു വലിയ തോറ്റം മാത്രം അതിൻ്റെ അകത്ത് കൊടിയ, അങ്ങനെയാണ് അത് ചെയ്തത്. അത് ഞാൻ തന്നെയാണ് ആ ഫുൾ തെയ്യം, ആ 11 പേരുടെ തെയ്യായിട്ട് തന്നെ നമ്മൾ അവിടെ അവതരിപ്പിച്ചത്. ഈ 500 കഴിക്കുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പം ഈ 500 വടക്കോട്ട് അവർക്ക് വലിയ പ്രാധാന്യമാണ്. 500 ഈ വേലന്മാരെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട അടിയന്തരമുള്ള അവർക്കാണ്. ഇപ്പം 2 മുച്ചിലോട്ട് ഓതി ചില സ്ഥലം കണ്ടില്ലേ, 2 മുച്ചിലോട്ട് ഓതി ഒപ്പരം. ഞാൻ എന്നിട്ട് ഈ ഇവരുടെ 500 ഈ പൂവിന്റെ ബാബു 500 അച്ഛനോട് കൃഷ്ണൻ എന്ന് പറഞ്ഞ അടുത്ത് പോയി. അല്ല അതങ്ങനെ അപ്പോൾ ഒരേ ശക്തി 2 ഒരേ രൂപത്തിൽ എങ്ങനെ നമുക്ക് ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് പറയും. അപ്പം അത് പണ്ട് കാലത്ത് ഇവർ നടന്നിട്ടാവും വരിക, അണിയലും ഇതിലെടുത്തിട്ട് അങ്ങനെ നിരീശ്വരത്താണ് അവരെ ആരോടും അവിടുന്ന് നടന്നിട്ട് അവർ അണിയലെടുത്ത് റെയിലമ്മയിലെ കൂടി അവർ വരിക. അപ്പോൾ അങ്ങനെ വരുന്ന ആളെടുത്ത് അന്ന് തമ്പുരാൻ വന്നു, ആളെല്ലാം വന്ന് പ്രശ്നക്കാരൻ വന്നു, അവിടെ കൊടുത്തു. 500 എത്തിയില്ല സമയത്തിന്. അപ്പോൾ എത്താണ്ടിരിക്കുമ്പോൾ പിന്നെ അവർക്ക് ഇതായി, ഇനിയിപ്പോൾ എന്തോട് കളിയാട്ടം മുടക്കാൻ പറ്റുക, കളിയാട്ടം മുടക്കാൻ പറ്റില്ല. ആ പെരുന്നാൾ കൂട്ടിയിട്ട് വന്നു, ഇവിടെ ജമ്മാരി പെരുന്നാൾ കൂട്ടിയിട്ട് വന്നു. അപ്പോൾ അയാൾ കൂട്ടിയാട് എത്തുമ്പോൾ രണ്ടാളി ഒഴിവാക്കാൻ പറ്റില്ല, ഇയാളിന്റെ അധികാരിയാണ്. മറ്റേ നമ്മൾ വിളിച്ചു കൊടുത്തിട്ട് ഉറങ്ങുന്ന ആളെ വിളിച്ചു കൊടുത്തിട്ട് ചോറില്ലാതെ. അപ്പൊ അന്നത്തെ രാജകൽപ്പന തെറ്റിക്കൂലല്ല, അത് രണ്ടാളും ഒന്ന് കീഴൊന്നു. അങ്ങനെ അവർ രണ്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞൊരു കാര്യം അങ്ങനെയാണ് ഞാൻ കേട്ടത്. മറ്റു 2 മുച്ചോട്ട് എങ്ങനെ ഒരേ സമയത്ത് ഉണ്ടാവില്ല, എല്ലാവരും പോലെ. അപ്പൊ അന്ന് കാലത്ത് അങ്ങനെ ആ രാജകൽപ്പനയിൽ ചെയ്തു പോയത് കൊണ്ട് അത് പിന്നെ ഇന്ന് തുടർച്ചയായി ചെയ്യുന്നതാണ് പറയുക. ഞാൻ 12 വയസ്സ്. അതെ, അത് പെരുങ്കളിയായിട്ടായിട്ട് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ, അതൊന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ ഇപ്പോൾ കൊല്ലത്തിൽ കഴിക്കുന്നു, എല്ലാ വർഷവും കഴിക്കുന്നത്. പക്ഷെ അതെ, അപ്പൊ ഈ അങ്ങോട്ട് കഴിക്കുമ്പോൾ വലിയ ചെലവ് വരും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു വ്യാഴവട്ടം 12 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ ശരിക്ക് നമ്മൾ വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 12 കൊല്ലമാണ്. അപ്പൊ അത് നമ്മൾ 12 മാസം കഴിയുമ്പോൾ കഴിക്കുന്നു. നമ്മൾ 12 മാസമാക്കി. ഇപ്പൊ നമ്മൾ ബലിയിടുന്നില്ലേ, ബലിയിടുന്നത് 12 ദിവസമല്ലേ. 12ാമത്തെ ദിവസം രാത്രി കഴിഞ്ഞ് 11ാമത്തെ ദിവസം ചാവ് കഴിക്കുന്നില്ലേ. അതുപോലെ 12 എന്ന് പറയുന്നത് വ്യാഴവട്ട കാലത്തിന്റെ സമയമാണ്. അപ്പോൾ ശരിക്കും ഇപ്പം നമ്മളിപ്പം മരിച്ചു കഴിഞ്ഞാൽ പ്രേതാവുന്നെന്ന് പറഞ്ഞ എപ്പാന്ന് ഒരു കൊല്ലാവണമെന്ന് പറയാം. 12 മാസം കഴിഞ്ഞാലേ പ്രേതാവും. അത് ഇപ്പം ജ്യോത്സ്യന്മാർ പറയുള്ളത് 12
മാസം കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രേതാവുള്ളൂ. നിങ്ങൾ എന്ത് വാരിക്കൊണ്ട് പോയിട്ട് തിരുതിൽ കൊണ്ടാക്കിയാൽ ഇത് പോവില്ല. അത് നമ്മൾ 12 മാസം ചെയ്യേണ്ട ബലി 12 ദിവസം കൊണ്ട് ചെയ്തിട്ട് 13ാമത്തെ ദിവസം ശാപം കഴിക്കും. അപ്പോൾ അതേപോലെയാണ് ഈ പെരുങ്കളിയാട്ടം. 12 മത്സരം 12 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വ്യാഴവട്ടം കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ദശ വ്യാഴവട്ടം എന്ന് പറയുന്നത് ഒരു 12 വർഷമാണ്. ആ വ്യാഴവട്ടം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ദശക്ക് മാറ്റം വരും. അപ്പോൾ അതുപോലെ ഈ 12 വർഷം കഴിയുമ്പോൾ അത് പുതിയൊരു കളിയാട്ടം ആദ്യം വരുന്നത്. അങ്ങനെയാണ് അവർ അങ്ങോട്ട് 12 മത്സരം അല്ലെങ്കിൽ 24 കൊല്ലം അങ്ങനെ ഇതായിട്ട് കഴിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകം. മറ്റു വേറെ ഇതായിട്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് പിന്നെ കൊല്ലത്തിൽ തമിഴ്നാട്ടിനെ കാണാം. അവർക്ക് 12 കൊല്ലം കൂടുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. പിന്നെ അതിന് പ്രത്യേകിച്ച് കുറച്ച് ചടങ്ങുകളൊക്കെ മാറ്റമുണ്ട്. മുച്ചിലോട്ടോതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ, കെട്ടുകഥകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം ഇവർ പറയുന്നത് നമ്പൂരി സ്ത്രീയാണ്, അവര് മറ്റേ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അവരെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി, അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഞങ്ങൾ തോട്ടത്തിലോ പാട്ടിലോ അതൊന്നുമില്ല. നമ്മൾ ഒരു മുൻപസ്ഥാനത്തിൽ പോലും അത് പറയുന്നില്ല. നമ്മൾ പറയുന്നത് ശ്രീ മഹാദേവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന്, മഹാദേവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന് 6നെയും 100നെയും തോറ്റിച്ചമച്ചു, എല്ലായിലും ബലവീനമായി തോറ്റിച്ചമച്ചു, പരദേവത മുച്ചിലോട്ട് ഭഗവതി എന്ന് പേർനാമം കൽപ്പിച്ചു. എന്തിനാല് തോറ്റിച്ചമച്ചു, നീയും പോയി ഇടവിലോക ധർമ്മഭൂമിയെങ്കിൽ ഉലകിയാണ് പൊന്മകളെ. അന്ന് ഞായറാഴ്ച നട്ടുച്ച നേരമാകുമ്പോൾ, അതായത് ഈ ഉച്ചക്കിറങ്ങുന്നത്, ഞായറാഴ്ച നട്ടുച്ച നേരമാകുമ്പോൾ തമ്മപ്പനെയും ശ്രീകൈലാസം വലം വെച്ചു. അതാണ് ആ പീഠത്തിന് ഒരു വലത്തേച്ച് പീഠക്കല്ലുമ്പോൾ കൈലാസ സങ്കല്പമാണത്. അവിടുന്ന് മുടി വെച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു, ഇടവിലോക ധർമ്മഭൂമിയിലേക്ക് ഒരുങ്ങിയത്. അങ്ങ് വന്ന സ്ഥലമാണ് കരിവള്ളൂർ. കരിവള്ളൂർ കല്യാണം മുടങ്ങി. ഇതെല്ലാം ഇതിന്റെ ഒരു കെട്ടുകഥകൾ മാത്രമാണ്. സദ്യ അല്ല, അന്നത്തെ കാലത്ത് സദ്യ ഉണ്ട്. കഞ്ഞിയാന്ന്. ഇപ്പല്ലേ സദ്യയാക്കി നിങ്ങള്. അന്ന് കഞ്ഞിയാന്ന്. അന്ന് പുറത്തില്ലാക്കൊന്നുമില്ല. ഇത് നമ്മളാ ബന്ധുകൂടി ഇവരുടെ കുടുംബങ്ങൾക്ക് മാത്രമേ കഞ്ഞി കൊടുക്കൂലൂ. തട വെച്ചിട്ട് കഞ്ഞിയല്ലേ. ഇപ്പൊ ഈ പെരുങ്കളിയാട്ടായതിനു ശേഷമല്ലേ പിന്നെ സദ്യ തുടങ്ങിയത്. പണ്ട് കാലത്ത് കഴകക്കഞ്ഞിയാണ്. അമ്മേന്റെ കഴകഞ്ഞി കുടിക്കണ്ടേ എന്നാ പറയാ, അമ്മേന്റെ കഴകഞ്ഞി കുടിക്കാൻ പോകണം. അപ്പോൾ കഴകക്കഞ്ഞിയാണ്. അപ്പൊ അതിന് പായസം ഉണ്ടാവും. ആ കഴകഞ്ഞിക്ക് പിന്നെ നമ്മളെ വലിയ ചെമ്പിൽ പായസം, അതിന് കുറിയിടണം പോയിട്ട് ഭഗവതി കഴകക്കഞ്ഞി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് അതിന് തമ്പുരാട്ടി പോയി കുറിയിടണം രാവിലെ. അല്ല, ഇത് ഈ നമ്മൾ ഈ കോമരം പോയിട്ട് കുറിയിടുന്നതാണ് പറയുന്നത്. ഈ കഞ്ഞിന്റെ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറിയിടണം. കഞ്ഞിന്റെ അകത്ത് കുറിയിടണം. അതെ, അത് കുറി കൊടുക്കല. അത് കുറി കൊടുക്കല്. ഇത് നമ്മൾ പറഞ്ഞ മഞ്ഞക്കുറി ഇതിൻ്റെ അകത്ത് ഈ കഞ്ഞിൻ്റെ അകത്ത് ഇടണം. അത് എല്ലാറ്റിലും നമ്മളത് ചെയ്യും. കഞ്ഞി എന്ന് പറയുന്നത് തമ്പുരാട്ടി കയ്യേറ്റുന്നില്ല ഒരു സങ്കല്പമാണ്. അതായത് ഞാൻ അനുഭവിച്ചു, ഇത് നിങ്ങൾ എല്ലാവർക്കും കൊടുത്തേ എന്ന് പറയുന്നതിന്റെ ഒരു സങ്കല്പമായിട്ടാണ്. അതിൽ തമ്പുരാട്ടി പോയി കുറിയിട്ടാലേ മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അതാണ് അത് തമ്പുരാട്ടി എടുത്ത് അനുഭവിച്ചു. അപ്പോൾ അതിൽ നിന്ന് അവരെടുത്ത് മാറ്റി വെക്കും. കഞ്ഞെടുത്ത് നമുക്ക് മാറ്റി വെക്കും. അതെ, ബാലസുഗ്രീവനും അതിന്. അപ്പോൾ ശ്രീരാമൻ പിന്നെ ശ്രീരാമന്റെ അസ്ത്രത്തിട്ടാണല്ലോ മരിക്കുന്നത് ബാലി. അപ്പോൾ ഇത് ദേവലോകത്ത് കൂത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ദിവസം രാവണൻ പറയും എൻ്റെ ലങ്കയിൽ ഉദിക്കാൻ പറയും. ബാലി ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ രാമായണത്തിലെ ജോലിയില്ല, സൂര്യന്റെ തേരാളിക്ക് ഡ്യൂട്ടിയില്ല, അരുണനല്ലേ. അപ്പൊ അന്നേരം ദേവലോകത്ത് കൂത്ത് നടക്കുന്നു. അപ്പൊ അരുണൻ പറയാം, എന്നാ പിന്നെ ഒന്ന് ദേവലോകത്ത് വരുന്ന കൂത്ത് കണ്ടിട്ട് വന്നാലോ. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. പിന്നെ ദേവേന്ദ്രന്റെ ഇതല്ലേ. അപ്പൊ അങ്ങനെ ഇവൻ സ്ത്രീയായിട്ട് ദേവലോകത്തേക്ക് പോയി. ദേവലോകത്ത് പോയപ്പോൾ ദേവേന്ദ്രൻ ഇങ്ങനെ രാജസന്നിയിൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ഒരു ഇതുവരെ കാണാതൊരു പുതിയ സ്ത്രീനെ കണ്ടു. ഇതാരാന്ന് എന്താന്നെല്ലാം വിളിച്ച് അന്വേഷിച്ചു. അവനെ കൂത്ത് കാണാൻ വന്നതാന്ന് പറഞ്ഞു. ഇതൊന്നും പറഞ്ഞില്ല, അരുണനാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ല. അപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഇവളിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഇത് അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ അതിലുണ്ടാവുന്ന പുത്രനാണ് ബാലി. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഇവക്ക് പിന്നെ പിറ്റേന്ന് പോകണ്ടേ, ഡ്യൂട്ടിക്ക് പോകണമല്ല. അപ്പോൾ ആ വേഷമെല്ലാം മാറ്റി നേരെ ആടെ പോയി. അടുത്ത മലയാശം നേരം പെയ്തു പോയി. നേരം പെയ്തപ്പോൾ ചോദിച്ചു, നീ എന്താ വൈകിപ്പോയിന്? അവിടെ ഇപ്പം പറയാൻ എന്നോട് തോന്നുന്നു. ഞാനിങ്ങനെ കൂത്ത് കാണാൻ പോയിന്, പാടുന്ന സംഭവം പറഞ്ഞു. അങ്ങനെ സംഭവം നടത്തിനാ, എന്നാൽ അനക്കിപ്പോൾ ആ വേഷം ഒന്ന് എനക്കും കാണുന്നു. ഓ, അപ്പാട് പോയി ഗംഗയിൽ മുങ്ങി വീണ്ടും ആ വേഷം എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യദേവനും ഇഷ്ടായി. അതിലുണ്ടായ കുട്ടിയാണ് സുഗ്രീവൻ. സൂര്യസുതൻ സുഗ്രീവൻ, ഇന്ദ്രസുതനായിട്ട് വാലി. അപ്പോൾ ഇവര് രണ്ടാളെയും ഇപ്പം എവിടെ ഇപ്പം വളർത്തണ്ടേ, ഇവർക്ക് സമയമില്ലല്ലോ, ഇവർക്ക് രണ്ടാൾക്കും പണിയുണ്ടല്ലോ. അങ്ങനെയാണ് അഹല്യക്ക് കൊടുക്കുന്ന ഈ മക്കളാ. അപ്പൊ ഈ ചെറുപ്പത്തിൽ രണ്ടെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എപ്പോൾ എന്തെല്ലോ ഈറ്റുകൾ കളി കാണുമ്പോൾ ഒരു കുരങ്ങന്മാർ കളി പോലെയാണ്. കണ്ടാരെ മുനി ശപിച്ചു കുരങ്ങാകെന്ന്.
അങ്ങനെ അഹല്യപതി ശാപമേറ്റ് കവിയായുടെ അഹല്യന്റെ ഭർത്താവ് ശാപം കൊണ്ടാണ് ഇവര് ഭാര്യ ഇത് സുഗ്രീവന്മാർ അതെ കുരങ്ങന്മാരായി പോയി കുരങ്ങന്മാരായി പോയി. അപ്പൊ അങ്ങനെ പിന്നെ ശ്രീരാമനും പിന്നെ സുഗ്രീവനായിട്ട് ഇങ്ങനെ കാലത്ത് അച്ഛനൊരു ശാപം കിട്ടി. ആര് മറ്റേ ദുർവാസാവിന്റെ ശാപം. അതൊരു വലിയ കഥയാണ്. അതായത് പിന്നെ വിദ്യാധര എന്ന് പറയുന്ന ഒരു അപ്സര സ്ത്രീ വാണി പ്രസാദിക്കാനായിട്ട് സംഗീതത്തിൽ വാണി പ്രസാദിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തു. അപ്പോൾ വാണി പ്രസാദിച്ചിട്ട് ഒരു പുഷ്പമാല്യം കൊടുക്കുന്നു. ഈ പുഷ്പമാല്യം കൊണ്ട് വരുമ്പം ദുർവാസാവെന്ന് വരുന്നത്. അപ്പോൾ ആള് ദേഷ്യക്കാരനല്ലേ, എന്നാൽ പിന്നെ ഇത് അവിടെ കൊടുത്ത നമ്മളുടെ കാലം ദേഷ്യം ശാപം നമുക്ക് വേണ്ട, ഈ പുഷ്പം അവിടെ കൊടുത്തു. വളരെ സന്തോഷമായി ദുർവാസാവ്. ശരി ഇതൊക്കെ പറഞ്ഞ് ഇയാൾ നേരെ ദേവലോകത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അയാളെ കണ്ടപ്പോൾ ഐരാവതത്തിനെ കണ്ടു, ദേവേന്ദ്രൻ്റെ ഐരാവതത്തിനെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇത് കൊടുത്തേക്ക ഈ മാല ഇയാൾ ഊരിയിട്ട് ഐരാവതത്തിൻ്റെ മസ്തകത്തിലാണ് ഇട്ട് കൊടുത്തു. അതും വളരെ സന്തോഷമായി. പക്ഷെ ആനേൻ്റെ സ്വഭാവം ഇയാൾക്ക് അറിയില്ലല്ലോ. ആന കുളിച്ചാലും ഒരു മണ്ണ് വാരിയിട്ട് അതിന് പുറത്തിടുമല്ലോ, ആനയുടെ സ്വഭാവം അങ്ങനല്ലേ. അപ്പോൾ ഈ പുഷ്പത്തിൻ്റെ സൗരഭ്യങ്ങൾ അതിൻ്റെ മണം കൊണ്ട് ബണ്ടുകൾ വന്നിട്ട് ഇങ്ങനെ തിരക്കാൻ തുടങ്ങി. ഇവനിത് സഹിക്കുന്നില്ല, ഇത് എടുത്ത് ഭരിച്ച് നേരത്തെ ചാവിട്ടി വരച്ചിട്ടു. ദുർവാസ വരുമ്പോൾ ഇതന്നെ കണ്ട്, ഓഹോ ഞാൻ ഇത്രയും സന്തോഷിച്ചതെന്ന് നീ നശിപ്പിച്ചോ, നീൻ്റെ എല്ലാം നശിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവകൾക്ക് ജരാന്തര ബാധിച്ചു. ആ ശാപം തീർക്കാൻ വേണ്ടിയിട്ട് പാലാഴി മഥനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ പാലാഴി മഥനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ദേവകളും മസുരകളും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ കടിയൊന്നു. അയ്യോ അനങ്ങുന്നില്ല, മന്ദര പർവ്വതം അനങ്ങുന്നില്ല. അപ്പോൾ ഇവർ പറ്റുന്നു, അല്ലപ്പോൾ നിങ്ങളെ മോനല്ലേ പാലി ബലവാനല്ലേ, ഒന്ന് അയാൾ വന്നിട്ട് ഇതൊന്ന് പിടിച്ച് തിരിക്കാൻ വരാപ്പോൾ തന്നെ. അപ്പോൾ ഇരുന്ന് കിട്ടുന്നത് സാധനങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഓരോ സാധനങ്ങൾ ഇത് കടിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ സുഗ്രീവനോട് നീമ്പാ നമുക്ക് പോകാൻ പറയും. അപ്പോൾ ആദ്യം വന്ന് നിരക്കേ, രണ്ടാം വന്ന് നിൽക്കുന്നു പറയും. ആയിക്കോട്ടെ കേട്ടനല്ലേ. അപ്പോൾ ഇയാൾ പോയി ഇതിൻ്റെ വാലും തലയും പിടിച്ചിട്ടല്ലേ ഇയാൾ വിളിച്ചിട്ടില്ലേ. ബലവാനല്ലേ. പാൽക്കടൽ കര രണ്ടും മേൽ പാദത്തളിർ, പാൽക്കടലിന്റെ രണ്ട് കരക്ക് അപ്പുറം ഇപ്പുറം കാലി വെച്ചിട്ട് വാലും തലയും പിടിച്ചിട്ട് ഇളക്കിയെന്ന് പറയുന്നത്. അന്നാണ് കാളകൂട വേഷം ഛർദ്ദിക്കുന്നത് വാസുകി. അതിന് ഭയങ്കര കഥയല്ലേ ഇത്. പുരാണ കഥ വെച്ച് പറഞ്ഞാൽ തീരെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് പോയിക്കോളൂ, ഓരോ കഥയിലും കൂടി പാതി കയറും. അപ്പൊ അങ്ങനെ ഈ പിന്നെ ഇതിൽ നിന്ന് വന്നു മണ്ടൂകം. ആദ്യം വന്നത് മണ്ടൂകം, അതങ്ങോട്ട് മാറ്റി വെച്ചു. രണ്ടാമത് വന്നത് താരയാണ്. താരയാണ് പിന്നെ രണ്ടാമത് വന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ മറ്റവർക്ക് ലേശര് ഇതായി, ബാലിക്ക് ഇത് കിടക്കാം സുഗ്രീവ അനിയനിലെ കൊടുക്കണ്ട്. അപ്പോൾ അല്ല അത് ശരിയാവില്ല, അതൊക്കെ വളർന്നായി. അപ്പൊ അങ്ങനെ ഈ അനിയന് കൊടുക്കേണ്ട സാധനം ഇയാൾ വാങ്ങിയല്ല. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞ് പിന്നെ ശാപത്തിന്റെ അമൃതെല്ലാം എടുത്തു, അതെല്ലാം കൂടെ കഴിഞ്ഞു. പിന്നെ ശ്രീരാമൻ പിന്നെ വനവാസത്തിന് പോയി. വനവാസത്തിന് പോയപ്പോൾ സീതാദേവിനെ രാവണൻ കട്ടുകൊണ്ട് പോയി. ഇപ്പോൾ രാവണന ബാലിയും തമ്മിൽ സഖ്യമുണ്ട്, രാവണനും ബാലിയും തമ്മിൽ. അതായത് ഈ പിന്നെ ഇയാളെ ഒക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടി പോയി ബാലി ഇയാൾക്ക് ഈ സൂര്യദേവന വന്നിക്കുന്ന ഒരു പരിപാടി രാവിലെ ഗംഗേൻ്റെ കിഴക്ക് പോയിട്ടാണ് പോയി സൂര്യദേവൻ. അപ്പോൾ ഈ സമയത്ത് രാവണൻ മെല്ലെ വന്നിട്ട് പിന്നെ ബാലി അത്ര ബലവാനാന്ന് പിടിക്കാൻ ഇയാളെ പിടിച്ചു കെട്ടിയിരുന്നു. ഇയാളെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ബാലി ഇത് വെള്ളത്തിൽ തന്നെ കണ്ടു. മേലേക്കുടിയിൽ വരുന്നവൻ വെള്ളത്തിൽ തന്നെ നോക്കുമ്പോൾ ഇത് കാണും. കണ്ടപാടി ബാലങ്ങ് നീട്ടിക്കൊടുത്തു. ബാല നീട്ടിയപാടി ഇങ്ങനെ മൊത്തം അങ്ങ് ചുറ്റി 4 പർവ്വതത്തിന്റെ മുകളിലേക്ക് 4 ചാട്ടം ചാടി കൊണ്ടിട്ട് അവിടെ വെച്ചു. അപ്പൊ ഇവൻ തീർന്നില്ല, രാവണന്റെ പകുതി തീർന്നില്ല. ഇവന്റെ വില പകുതിയല്ലേ കിട്ടൂലൂ. ഇവൻ ബാക്കി 1.5 വില ഇവന് കിട്ടിയില്ലേ, ഇവന് പിന്നെ 1/2 വില ഇല്ലല്ലോ. നേരിട്ട് നിന്നാളെ ബലം പകുതി കിട്ടുമല്ലോ. അപ്പോൾ രാവണൻ അവസാനം വീണു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത്രയും ബലവാനാന്ന് ഞാൻ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നെ ഒന്ന് അയച്ചുവിട് പറഞ്ഞു. ശരി, നിന്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടി ഞാൻ എടുത്ത പണിയാന്ന് പറഞ്ഞു. അപ്പോൾ അത് പോകുമ്പോൾ ഒരു സഖ്യമുണ്ട്, നിനക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പം നീ എന്നെ വിളിച്ചു വന്നു. ഭാര്യയായിട്ടൊരു സഖ്യമുണ്ട് ഇവർ തമ്മില്. അതുകൊണ്ടല്ലേ സുഗ്രീവൻ പോയിട്ട് പറയുമ്പോൾ ഭാര്യനെ കൊല്ലേണ്ടി വരുന്നത്. രാവണനെ വധിക്കണ്ടിക്കല് ഭാര്യനെ കൊല്ലണം, ഇല്ലേ നടക്കൂല. ഇവര് തമ്മിൽ സഖ്യമില്ലേ, നിനക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ എന്നെ വിളിച്ചോ, ഞാൻ അടുത്തു. അപ്പോൾ ആ ഒരു സഖ്യം പൊട്ടിക്കണം. അത് ഭാര്യനെ കൊന്നാലേ നടക്കൂല. അപ്പൊ സുഗ്രീവനുമായിട്ട് ഇവര് ഈ താരേന കൊണ്ടുപോയല്ല, ഇവൻ താരേട്ടനെടുത്തു. അപ്പൊ ഇവന് ആ ഒരു മാനസിക വിഷമം ഇവന് മനസ്സിലുണ്ട്. അപ്പോൾ ഈ മായാവിയായിട്ട് യുദ്ധം വന്നപ്പോൾ ഗുഹയിലേക്ക് പോകുമ്പോൾ സുഗ്രീവനും പോയി ഒപ്പരം, നീ വരണ്ട, നീ ഇവിടെ ഒന്നു തോന്നുന്നു. ഓൻ അഥവാ അങ്ങനെ ഇങ്ങോട്ട് എന്നെ ശരിയാക്കിയിട്ട് അവൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ നീ അവനെ പിടിച്ചോളണം. അപ്പൊ അതിന്റെ സിഗ്നലെല്ലാം ഞാൻ തരും എന്നെല്ലാം പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടാണ് ബാലി ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് മായാവിയല്ലേ ഉള്ളില്. ഇവൻ
അത് മാറ്റി കാണിച്ചു. അക്ഷണമേ മായ കൊണ്ട് മറിച്ചു വേകാൽ വിഭ്രമങ്ങൾ സുഗ്രീവൻ ഉണ്ടാവണം. അപ്പൊ ഇത് കണ്ടപ്പോ ഇളകി വന്ന പയസ്, അതായത് ഈ പാല് കണ്ടിട്ട് ഇല്ല, ഇത് കഥ തീർന്നു, ഇനിയിപ്പോ അടുത്ത വരവിൽ എന്നാ ശരിയാകും. അപ്പൊ പിന്നെ ഇവൻ വിചാരിച്ചു ഇല്ല, ഇനി എന്തെങ്കിലും മാർഗം, ഇവന് വന്നാൽ എന്നെയും കൊല്ലുമല്ലോ, ഏട്ടനെ കൊന്നു, ഏട്ടൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവൻ ഈ മടയടക്കല്ലോ, മടയടച്ചു ഇവൻ. പിന്നെ ഏട്ടൻ പോയല്ലോ, ഇനി പോയിട്ട് അടുത്തിലെ കർമ്മങ്ങളെല്ലാം ചെയ്ത് കിഷ്കിന്റെ സുഖമായിട്ട് നിൽക്കുമ്പോഴേ ഇയാൾ ഇത് കഴിച്ചിട്ട് മെല്ലെ വരുമ്പോ ഇത് ഇടാ, ഓഹോ നീ മറ്റേ വൈരാഗ്യത്തിന് എന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത പണിയായത്, നിന്നെ ഞാൻ വിടൂലെന്ന്. ഇവർ തമ്മിലൊന്നും അറിയില്ല. അങ്ങനെയാണ് ബാലി സുഗ്രീവന്മാർ തമ്മിൽ തെറ്റുന്നത്. അപ്പോൾ തെറ്റ സമയത്താണ് ശ്രീരാമൻ വനവാസത്തിന് വന്നു. വനവാസത്തിന് വന്നപ്പോൾ സീതാദേവിനെ ഇയാൾ കൊണ്ടുപോകുമ്പോൾ സീതാദേവി ഈ പിന്നെ ആഭരണം അലയിച്ചിട്ട് തലക്കിടുമല്ലോ, അത് ഹനുമാർക്കാണ് കിട്ടുന്നു. അപ്പൊ ഇവരിങ്ങനെ പോകുമ്പോൾ സുഗ്രീവനോട് പറയും. അപ്പോൾ സുഗ്രീവൻ ഭാര്യ നമുക്ക് കിഷ്കിന്ത സ്ഥലം വിട്ടിട്ടു, സുഗ്രീവൻ സ്ഥലം വിട്ടിട്ടു ഋഷ്യമാപർവ്വതത്തിന്റെ മുകളിൽ അവിടെ പോയാൽ ഇയാൾക്ക് അവിടെ വന്നുകൂടെ വന്നു. പണ്ടൊരു ശാപം കൊടുത്തു, ബാലിക്ക് ശാപം ഉണ്ടല്ല, ബാലിയുടെ ശിരസ് തെറിച്ച് പൊട്ടിയതിന്റെ ശാപമുണ്ട്. അത് നീ അവിടെ പോയി നിന്നോ, ആടെ അയാൾ വരൂല ഉറപ്പാക്കുന്നു. അങ്ങനെ സുഗ്രീവനെ കൂട്ടിയിട്ട് അവിടെ കൊണ്ടാക്കി. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനും സീതാന്വേഷണമായിട്ട് ഇങ്ങനെ കാട്ടിലേക്ക് വരുമ്പോൾ ഇവൻ കണ്ടു, സുഗ്രീവൻ കണ്ടു, എടാ രണ്ടാൾ വരുന്നുണ്ട്, നീ ഒന്ന് പോയി നോക്കിയട്ടെ. അതാരത് രണ്ടാളുണ്ടല്ലോ, ഏട്ടൻ അങ്ങനത്തെ കെണിയെല്ലാം ഏട്ടൻ ഇത് സൂത്രാലുണ്ടാവും, അവിടെ തന്നെ പിടിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും എന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഹനുമാർ വന്ന് നോക്കുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനും വന്നു. അവന് എന്നിട്ട് വേഗം കൂട്ടി നേരെ അടുത്തേക്ക് പോയിട്ട് വന്നു, നീ എന്തിനോട് പോയിച്ചിനി, ഇത് ശ്രീരാമൻ ലക്ഷ്മണനും വന്നു. അപ്പോൾ അവരുണ്ടാൾ പറഞ്ഞു എന്താ കാര്യം ഇങ്ങനെ. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞോട് ഇങ്ങനെ പിന്നെ ഹനുമാരാ പറയുന്നു, ഇങ്ങോട്ടാ പോയിന്, ഇപ്പോൾ ലങ്കയിലേക്ക് കൊണ്ട് പോയിന്, അത് സംശയമൊന്നുമില്ല. അങ്ങനെയാണ് ലങ്കയിൽ പോയിട്ട് പിന്നെ ഇത് ബാലിനെ ആദ്യം കൊല്ലണം. അപ്പോൾ സുഗ്രീവന് സഖ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ശക്തിയുള്ള സാലമേഴും ഇവ കണ്ട സപ്തസാലങ്ങൾ എന്ന് പറഞ്ഞാൽ വട്ടത്തിലാണ് നിൽക്കുക. ഇത് സപ്തസാലങ്ങൾ വട്ടത്തിലുണ്ടാവുക. അപ്പോൾ ശക്തനതാം ബാലി പിടിച്ചിളക്കും നേരം പത്രമെല്ലാം കൊഴിഞ്ഞു തല വാടി കാണാനാണ്. അപ്പോൾ ബാലിക്ക് അത്രയും ബലവില്ലോനാണ്. ഓന ഈ സപ്തസാലങ്ങൾ ആരാണോ അമ്പെയ്ത് വീഴ്ത്തുന്നത് അയാൾക്ക് മാത്രമേ ബാലിനെ കൊല്ലാൻ കഴിയൂ. അപ്പോൾ ഭഗവാൻ അറിയാം ഈ സപ്തസാലങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. വട്ടത്തിൽ നിൽക്കുന്ന മരങ്ങൾ അനന്തന്റെ പുറത്തായത്. അപ്പോൾ ഈ അനന്തന്റെ ബാലിനടി ചവിട്ടിയപ്പോൾ അനന്തൻ പടാങ്ങ് വളർത്തി. അപ്പൊ ഇത് നേരെ നിന്നു, ഒരൊറ്റമ്പിന് ഇത് എഴുതു വന്നു. അപ്പൊ പിന്നെ ഇവന് വിശ്വാസമായി, ഏതാണ് ഇയാള് ബാലിനെ കൊല്ലും ഉറപ്പാകുന്നത്. അതും പോലെ ദുന്നുബിയുടെ ശിരസ് ഇയാള് അർത്ഥ ചാടിയല്ല, അതല്ലേ ശാപം കിട്ടിയത്. ആ ശാപം കിട്ടിയത് കൊണ്ടാണല്ലോ ആടെ രക്തം വീണിട്ടല്ലേ ഇവര് ശാപം കൊടുത്തിട്ട്, മുന്നിയുടെ ശാപം. ദുന്നുബിയുടെ ശിരസ് ചെന്ന് കാണുക, ദുന്നുബിയുടെ ശിരസ്സു നീതെടുത്തെറിഞ്ഞവർക്ക് ബാലിനെ കൊല്ലാൻ കഴിയും. അന്ന് ശ്രീരാമൻ ചെറുവിരൽ കൊണ്ട് ഊന്നിച്ചാടി എന്നാണ്. അപ്പോൾ ഇവന് ബോധ്യമായി എന്തായാലും കൊല്ലും എന്ന് ഉറപ്പായ സമയത്താണ് ഇനി ഞാൻ യുദ്ധത്തിന്, നീ പോയി യുദ്ധത്തിന് വിളിച്ചോ, ഞാൻ ആ സമയത്ത് ഓന ശരിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോയി യുദ്ധത്തിന് വിളിക്കുന്നത്. യുദ്ധത്തിന് വിളിച്ച് ആദ്യം പോയെന്ന കുറെ തല്ലും കൊണ്ടിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇയാള് രാമൻ പറഞ്ഞു, എൻ്റെ മോനെ ഇത് ഏട്ടനോ അല്ലേ, രണ്ടാളും കണ്ടാ തിരിയണ്ടേ, ഒറ്റ അമ്മേടെ മക്കളല്ലേ, രണ്ടാളും കണ്ടാ തിരിയണ്ടേ എനിക്ക്, അസ്ത്രം അയച്ചിട്ടുണ്ടെങ്കിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിലോ. അതുകൊണ്ട് അതിനൊരു ഒരു മാല കൊടുത്തു. അച്ഛൻ കൊടുത്ത മാല ബാലിക്കും, അച്യുതൻ കൊടുത്ത മാല സുഗ്രീവനും. അങ്ങനെ രണ്ട് മാല നോക്കിയിട്ടാണ് ഇയാൾ അസ്ത്രം അയക്കുന്നത്. രണ്ടാമത്തെ പോകുമ്പം പിന്നെ ബാലി താര പറയും, നിങ്ങൾ പോണ്ട, നിങ്ങളെന്തോ ചതിവിൽ ആക്കിയതാ, നിങ്ങൾ അനിയനും ഇതിലായിട്ട് എന്തെല്ലോ സഖ്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്, നിങ്ങൾ പോണ്ടത്. നീ ഞാൻ എൻ്റെ അടുത്ത് നേർക്കൊന്നും ജയിക്കാൻ ആർക്കെ കയ്യാ, ഞാൻ നിഷ്പ്രയാസം ഞാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇയാൾ താരേനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇയാൾ യുദ്ധത്തിന് പോകുന്നു. അതിലാണ് ഇവൻ അസ്ത്രം അയച്ചത്. ഒളിവമ്പ് അയച്ചു. അമ്പ് അയച്ചപ്പോൾ ഈ അമ്പ് പിടിക്കാൻ കഴിവില്ല ആൾ ബാലിക്ക് മാത്രമേ ഉണ്ട്. ഇയാൾ അസ്ത്രം പോയാൽ അത് തറച്ച് അതിൻ്റെ പ്രവൃത്തി കഴിഞ്ഞ് തിരിച്ച് രണ്ടാമത് പാലാഴിയിൽ പോയി ശുദ്ധി ചെയ്ത് വീണ്ടും ഇയാൾ ശ്രീരാമൻ്റെ തോണയിൽ വന്ന് നിൽക്കും. പക്ഷെ ഇത് ബാലി പിടിച്ചിട്ടു. അസ്ത്രം പിടിച്ചിട്ട് ചില ചോദ്യങ്ങളില്ലേ ഇയാളോട്, നിങ്ങളെന്ത് പിന്നെ ഇതാ ക്ഷത്രിയകുലത്തിലെ ആളായ നിങ്ങളാ ഇത് ചെയ്യേണ്ടത്, നീ ധൈര്യമായിട്ട് നേർക്കുന്നിട്ട് ചെയ്യേണ്ടിയിരുന്നോ, നീ മറിഞ്ഞതിന് ചെയ്യാൻ നീ എന്ത് പണിയായിരുന്നു, പിന്നെ നിന്റെ രാവണൻ നിന്റെ സീതനെ കൊണ്ട് പോയി ഞാൻ തന്നെ ചെയ്തിനി. ഇതിൽ ചോദ്യങ്ങൾ നമ്മൾ തോറ്റത്തിലെല്ലാം പറയുന്നുണ്ട്. സുഗ്രീവനാലെന്തു കാര്യം ലഭിച്ചത്, വ്യഗ്രത ഞാനെന്ത് നിന്നോട് ചെയ്തത്, ഇതെല്ലാം ബാലി പറയുന്നുണ്ട് ഈ അസ്ത്രം പിടിച്ചിട്ട് തന്നെ. അപ്പൊ ഈ അവസാനം ഈ ഒന്നും പറയാനില്ല, മർക്കട മാംസം, കുരങ്ങിന്റെ മാംസം പോലും ആരും ഭക്ഷിക്കലില്ല. പിന്നെ നീ എന്തിനാണ് ഇത് ചെയ്തു. ഭഗവാൻ പിന്നെ ഒന്ന് ആലോചിച്ചു മൊത്തം. അപ്പൊ അയാൾക്ക് ആകെ കിട്ടൊരു ഒറ്റ പോയിന്റാണ്, സ്വന്തം അനിയന്റെ ഭാര്യയാണ് നീ ഭാര്യയാക്കി വെച്ചല്ലേ, അതിനപ്പുറം പാവം നിനക്ക് എന്താ വേണ്ടി ചോദിച്ചു. അവിടെ പിന്നെ അത് തെറ്റ് സമ്മതിച്ച് അസ്ത്രം പൊരിച്ച് വീര്യമോ കൊണ്ട് സ്വർഗമോ കൊണ്ട് ചോദിച്ചു. എനിക്ക് വീരസ്വർഗം വേണമെന്ന് പറഞ്ഞു.
അന്ന് അസ്ത്രം പൊരിച്ച് വടുവും മറച്ച് ആ അസ്ത്രം തുണിയിലേക്ക് തന്നെ പോയി അങ്ങനെ ബാലിക്ക് മോക്ഷം കൊടുത്തിട്ട് ദൈവമായിട്ട് അങ്ങനെ ഈ പിന്നെ വടുവക്കോട്ടയിലാണ് ആദ്യം. അപ്പോൾ അങ്ങനെ വിശ്വകർമ്മിമാർ ഈ വിശ്വകർമാക്കന്മാർ അവരുടെ ആ കർമ്മങ്ങൾ അവർ കറക്റ്റ് കർമ്മങ്ങൾ ചെയ്യും. ഒന്നും തെറ്റും. ഒരു പുഷ്പം പറിച്ചാൽ പരിചയം വീടുവിൻ്റെ ഉണ്ടാകത്ത് പറ്റും. അങ്ങനെ അത്രയും കൃത്യമായിട്ടാണ് വിശ്വകർമ്മിമാരുടെ കർമ്മം കണ്ട് സന്തോഷിച്ചിട്ടാണ് ഇവർ ബാലി വിശ്വകർമാക്കന്മാരുടെ കൂടെ അവരെ കുലദൈവമായിട്ട് പോകുന്നു. വടുവക്കോട്ടയിൽ നിന്ന് മനുവിങ്കൽ പ്രധാന മണ്ണുമ്മൽ, മൊറായ, കുറുന്തായ, വടക്കൻകോവിൽ, അങ്ങനെ 4 സ്ഥാനം അവരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. മണ്ണുമ്മൽ എന്നുള്ള മാധവങ്കലത്താണ്. ഞാൻ പോയി നാടാ ബാലി കാണാൻ വേണ്ടി പോയി. മണ്ണുമ്മൽ പ്രധാനപ്പെട്ട മണ്ണുമ്മലാണ്. അവിടെ ആദ്യം വന്നൊരു ബാലി. ഈ വടുവക്കോട്ടയിൽ നിന്ന് നേരെ വന്ന അടുത്തേക്കാണ് മണ്ണുമ്മലേക്ക്. അപ്പോൾ ആത്മസ് കിട്ടിയ സമയത്തുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മളെ തെയ്യം മേഖലയിൽ ആദ്യമായിട്ട് കിട്ടിയൊരു അംഗീകാരമല്ലേ ഇത്. നമ്മുടെ രാജ്യം അംഗീകരിച്ചില്ലേ തെയ്യം ഒരു കോലധാരിനെ രാജ്യം അംഗീകരിക്കും എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലും പറയാൻ കഴിയില്ല. നമ്മുടെ പാരമ്പര്യം കൂടെ നമ്മുടെ പൂർവികന്മാർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം നമ്മളതിൻ്റെ നിയോഗം. അതായത് മറ്റേ നമുക്കത് കിട്ടുന്ന വെച്ചാൽ അതിലപ്പുറം നമുക്ക് ഇനി ഒന്നും കിട്ടാനില്ല നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊരു പെരുവണ്ണാനാവുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ അംഗീകാരം. തെയ്യം വെച്ചാൽ ഒരു കോലധാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പെരുവണ്ണാൻ സ്ഥാനം കിട്ടുക അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ കോലത്തിന്റെ മഹിമ കൊണ്ടാണ്. ഇപ്പം നല്ലൊരു കോലക്കാരനാണെന്നപ്പോൾ തെയ്യം കിട്ടിയപ്പോൾ കണ്ടാൽ തർക്കമില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു അംഗീകാരത്തിനാണ് പെരുവണ്ണ സ്ഥാനം കൊടുക്കുക പണ്ട് കാലത്ത്. അതന്നെ പട്ടുമളിയും കൊടുക്കുക. അതാണ് ആചാരം കൊടുക്കൽ. അവിടെ നിന്ന് തന്നെ രാജരാജേശ്വരൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ചെറുക്കലിൽ നിന്ന് അല്ലെങ്കിൽ കോടല്ലൂരിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നൊക്കെ കൊടുക്കുക. കുറുമാത്തൂരിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥലത്തിനെ കൊടുക്കുള്ളൂ. അത് കൊട്ടുമ്പുറത്താണ് അതിൻ്റെ പ്രധാനം. ചില കൊട്ടുമ്പുറത്ത് നിന്ന് നമ്മൾ വള വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് അതിന് അധികാരമുണ്ട്. മറ്റുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇടുന്ന ആചാരം വാങ്ങി ഊരി വെക്കണം എന്ന് പറയും. ചെറുക്കത്തമ്പുരാൻ്റെ അടുത്ത് പോയാൽ ഇവിടെ ഊരി വെക്കണം പറയും. എന്നിട്ട് ഇവിടുന്ന് ആചാരം വാങ്ങിനും ചെയ്യിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഊരി വെച്ച് രണ്ടാമത് അവിടെ അതിനെ ദക്ഷിണ കൊടുത്തിട്ട് അവരെ കൊണ്ട് തിരിച്ച് വിളിപ്പിക്കണം. കൊട്ടുമ്പുറത്ത് വാങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കില്ല. അത് എവിടെയും കൊണ്ടുപോകാം. ഇത് തിരുവനന്തപുരത്ത് വരെ കൊണ്ടുപോകാം. അതിന് ആരും ചോദിക്കൂല. നമുക്ക് രാജരാജേശ്വരൻ്റെ അടുത്ത് തന്നെയാണ് പട്ടുമ്പളി കിട്ടിയത്. പുതിയ തലമുറ അതൊന്നിപ്പോൾ ഞാൻ പറയുമ്പോൾ അതൊരു ഇതായിട്ട് വരും. എന്താ പറയുക, അയാൾക്ക് പത്മശ്രീ അയാൾക്ക് എന്തും പറയാന്നില്ല ഒരു ചിന്ത. ഞാൻ അങ്ങനെ ഇതൊന്നുമില്ല. ഇന്ന് കൃത്യമായിട്ട് ചില ഒരു ഗുരുശിഷ്യ ബന്ധം ഇല്ല. അതിനോടനുബന്ധിച്ച് അതിൻ്റെ അടുത്ത് ചെയ്യുന്നു. അതെ പല പക്ഷെ എന്നാലും ഗവൺമെന്റ് സർവീസ്, ഞാൻ ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്തല്ലേ, ഞാൻ റിട്ടയർമെന്റ് ആണ്. അപ്പോൾ ഞാൻ അന്നും ഇന്നും ഞാൻ ഇതിനെ പ്രാധാന്യം കൊടുത്തില്ല. അതിനല്ല പ്രാധാന്യം കൊടുത്തില്ല. ഇത് ഞാൻ അന്ന് വളർന്നത് ഇതിൽ നിന്നാണ്. ഈ ചോറ് വന്നിട്ട് ഞാൻ വളർന്നില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരിക്കലും ഞാൻ പിന്നെ തെയ്യത്തിൻ്റെ പ്രാധാന്യത്തിൽ നിന്ന് വിട്ടു ചെയ്യില്ല. ഇതിനോട് കൂടെ അതിനോടനുബന്ധിച്ചിട്ട് ഞാൻ പിന്നെ 3 കൊല്ലം സസ്പെൻഷൻ പഠിച്ച് വീട്ടിലിരുന്നതാണ്. പണിക്ക് പോയിട്ട് ലീവ് എടുത്തിട്ട് സസ്പെൻഷനായി. 3 കൊല്ലം ജോലിക്കേ പോയിട്ടില്ല. പക്ഷെ അന്നും ഞാൻ തെയ്യത്തിൻ്റെ വിഷയത്തിൽ തന്നെ പോയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ദൈവം തന്നെ എന്നെ എത്തിച്ചു. നോക്കണം ഇതിൻ്റെ കാര്യം. ചെന്ന് അങ്ങനെ പോകേണ്ടവനല്ല. അപ്പം അന്ന് അവിടെ ഒരു പിന്നെ വൈസ് ചാൻസലർ, ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ വൈസ് ചാൻസലർ, പുതിയൊരു വൈസ് ചാൻസലർ വന്നു. അയാൾ ചാണ്ടല്ലൂർ കവിൻ്റെ ഒരു ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ ഇയാൾ എന്തോ ഫയലെടുത്ത് നോക്കുമ്പോൾ ഡ്രൈവർ ഇങ്ങനെ ഇയാൾ സ്ഥലത്തില്ല. അപ്പോൾ പിന്നെ അപ്പോൾ റെസ്റ്റാൾ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരാളുണ്ടല്ലോ ഇയാൾ എവിടെയാന്ന് ഓടിപ്പിടിക്കണം എന്ന് പറഞ്ഞു. ഇയാളെ കണ്ടുപിടിക്കണം എന്ന്. അപ്പോൾ ഇയാൾ തെയ്യമായിട്ട് ബന്ധുവില്ലോണ്ടാണ്. ഇയാളെ ക്ഷേത്രം അണ്ടല്ലൂർ കാവാണ്. അപ്പോൾ ഇയാൾ ഉടനെ ഒന്ന് കള്ളാസായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അന്വേഷിച്ചു എവിടെയാണ് ഇയാളെ പറ്റി പിടിക്കുന്നത്. അപ്പോൾ ഈ പിലിക്കോട് അന്വേഷിച്ചപ്പോൾ ഇവിടെ പന്നിയൂരും അന്വേഷിച്ചു. എന്നിട്ട് പറഞ്ഞു ഓരോ വീട് ഇന്ന സ്ഥലത്താണ്. അപ്പോൾ അവർ 2 വീട്ടിലേക്ക് വന്നിട്ട് വന്നു. നിങ്ങളെ രജിസ്റ്റർ കാണാൻ വേണ്ടി പറഞ്ഞു, BC പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ സസ്പെൻഷനിലാണല്ലോ ഓൾറെഡി. അപ്പോൾ നേരെ പോയി, പിന്നെ വിളിച്ചെടുത്ത് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ പോയി പിന്നെ സാറ് പതിനെട്ടെന്ന് പറഞ്ഞപ്പോൾ വരാൻ വന്നു. രജിസ്ട്രാറിൻ്റെ കൺട്രോളറുണ്ട്, BC ഇരിക്കുന്നുണ്ട്. എന്താ പിന്നെ നിങ്ങൾ ലീവ് പിന്നെ എടുക്കുമ്പോൾ ഒരു കള്ളാസ് എഴുതി കൊടുത്തിട്ട് പോയി കൂടെ നിൽക്കുന്നത്. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാനൊരു ക്ഷേത്രം നടത്തുന്ന ആളാണ്. അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ ഇതൊക്കെ എനിക്കും അറിയാം. നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നല്ലൊരു കലാകാരനല്ലേ, നിങ്ങൾ അങ്ങനെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത് നമ്മളെയും കൂടി ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ പിന്നെ താല്പര്യം ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നാട്ടിൽ കിട്ടുവാണെങ്കിൽ പോവാന്ന്. ഉടനെ പന്നിയിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തേന്നു. അപ്പോഴാണ് അപ്പോയിൻമെൻറ്റ് ഓർഡർ എഴുതി എന്നോട് പറഞ്ഞു കള്ളാസം കൊണ്ട് നേരെ പോയിട്ട് ജോയിൻ ചെയ്തു തന്നു. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് അവിടെ. അപ്പോൾ ഇപ്പം പത്മശ്രീയും കിട്ടി. യൂണിവേഴ്സിറ്റിക്ക് വലിയ അധികാരമല്ലേ ഇത്. നമ്മളെ സ്ഥാപനത്തിൽ നമ്മളൊരു തൊഴിലാളിക്ക് ഒരു എംപ്ലോയിക്ക് പത്മശ്രീ കിട്ടുമെന്ന് പറയുമ്പോൾ
അത് ഏറ്റവും വലിയൊരു അംഗീകാരമല്ലേ. അപ്പോൾ അതും കൂടെ നമുക്ക് സാധിച്ചു. നമ്മളെ ദൈവികമായിരിക്കുന്ന ഒരു പക്ഷേ ആ ഒരു വിശ്വാസവും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഗുണം കൊണ്ടും ആയിരിക്കാം നമുക്ക് ആ പത്മശ്രീ കിട്ടിയിട്ടുണ്ടാവുക. അത് നമുക്ക് ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പിന്നെ അതിലെല്ലാം നമുക്ക് എല്ലാവരും ഒരു എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം സമയത്ത് തന്നെ സ്കൂളിൽ നിന്നെല്ലാം നമ്മൾ മാഷ് ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നാലും കുട്ടികളോട് ചോദിക്കുമല്ലോ, നിങ്ങൾ ആരാവാൻ ആഗ്രഹം. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കളക്ടർ ആവണം, ഓരോരുത്തർ പറഞ്ഞു മറ്റേ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നെല്ലാം പറയുമ്പോൾ എന്നോടും ചോദിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈവർ ആവണമെന്ന് ആഗ്രഹം എന്നാണ്. എന്നാലും തെയ്യക്കാരനെന്ന് പറഞ്ഞിട്ടില്ല, തെയ്യക്കാരനാവണമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് ഡ്രൈവർ ആവണമെന്നാണ്. പിന്നെ നമുക്കുണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ മരിച്ചിട്ടാകുമ്പോൾ പോലീസുകാരത്തിന് വെടിപൊട്ടിക്കൂലേ, നമ്മൾ മരിച്ചാലെങ്ങനെ അവൾക്ക് അറിയില്ലല്ലോ പോലീസുകാർ. അപ്പോൾ അതിങ്ങനെയുള്ളൊരു ഇത് കിട്ടിയാൽ മാത്രമേ ഭാരതരത്നം ഇങ്ങനെയല്ല നിങ്ങൾ ഇത് കിട്ടിയാലേ അത് ഉണ്ടാവരും. ഇനി നമുക്ക് അതാണ് കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിൽ ആഗ്രഹിക്കില്ല. ഞാൻ ചില ആൾക്കാരോട് പറഞ്ഞു, ഞാൻ പറയും ഇനി നമുക്ക് അതേ ഒന്ന് കിട്ടണ്ടോ, അതുപോലെ കിട്ടിയാൽ ഇവിടെ അല്ല ഇത് എന്തോ എൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ കൂടെ പത്മശ്രീ 2024 26 വൈകുന്നേരം 7 മണിക്കാണ് പബ്ലിഷ് ചെയ്യുന്നത്. നാരായണ പെരുവണ്ണാൻ പത്മശ്രീ പ്രഖ്യാപിച്ചു. അമ്മേൻ്റെ ഭാഗ്യത്തിലോട്ട് പോയത് അന്ന് വളവട്ടംകാവിൽ ആദ്യത്തെ തോറ്റം കഴിഞ്ഞ പാടാണ്. തോറ്റം കഴിഞ്ഞ അണികളിൽ വരുമ്പോഴേക്കാണ് ഈ വരുമ്പോൾ അത് പിന്നെ അതിനെപ്പുറത്ത് പറയാനില്ല ഭാഗ്യം. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മളെല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞിടത്താണ്. അതാണ് അതിൻ്റെ ആ ഘട്ടത്തിലെത്തിയത്. അതും കൂടി ആയില്ലേ ഇനിയിപ്പോൾ നിന്നും നമ്മൾ കാണൂലെങ്കിലും കൂടിയും സംഭവം നടക്കുന്നതിൽ നമുക്ക് ബോധ്യമായില്ലേ ഇനിയൊരു ആഗ്രഹമൊന്നുമില്ല നമുക്ക്. അത്രയും സന്തോഷമായി ഈ പത്മശ്രീയോട് കൂടെ തന്നെ. നമ്മളെ അച്ഛനും കാരണന്മാരിലും ഇപ്പം അങ്ങനെ കാണുന്നുണ്ടാവുമല്ലോ. എന്തായാലും ആ ഒരു ഭാഗ്യം നമ്മുടെ സമുദായത്തിൽ നമുക്ക് കിട്ടിയതല്ല. അതിന് ഇപ്പം ഇനി അടുത്ത ആർക്ക് കിട്ടുന്നോ ഒന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ കെട്ടിയാട്ട് സംബന്ധമായിരിക്കുന്ന എല്ലാവരും ഞാൻ പറഞ്ഞു നമുക്ക് മാത്രമല്ല അത് നമ്മൾ കെട്ടിയാട്ട വിഷയത്തിൽ പോകുന്നത്. നമ്മൾ രാജ്യം അംഗീകരിച്ചു, നമ്മൾ കെട്ടിയാട്ട വിഷയം രാജ്യം അംഗീകരിച്ച് അതിൻ്റെ അഗ്രപാളികളിൽ എഴുതി വെച്ചു. തെയ്യം നമ്മുടെ ഒരു അനുഷ്ഠാന ഇതാന്ന് പറഞ്ഞിട്ട് ഇത് റെക്കോർഡിയില്ലേ. അപ്പം അതിനൊരു കാരണക്കാരൻ മാത്രമേ ഞാനില്ലൂ. ബാക്കിയെല്ലാം നമ്മളെ സമുദായങ്ങൾക്കും നമ്മുടെ കെട്ടിയാട്ട വിഷയത്തിൽ എല്ലാ തെയ്യം പലിയനായാലും മലയനായാലും എല്ലാ സമുദായം അവർക്കെല്ലാം കിട്ടിയൊരു അംഗീകാരമാണ് നമ്മൾ ഈ പത്മശ്രീ.